നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ, സർവേശ്വര, മുടക്കുഴ ശ്രീകൃഷ്ണസ്വാമിയെ മനസ്സുകൊണ്ട് പരിവാരസമേതം നിൽക്കുന്ന ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ഗുരുവായൂരപ്പൻ്റെ രൂപമായി കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. എല്ലാവരും സന്തോഷകരമായിട്ടുള്ളൊരു ദിവസം, പുണ്യം നിറഞ്ഞൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കാം. യജ്ഞത്തിൻ്റെ ആചാര്യൻ ബ്രഹ്മശ്രീ ഓർക്കന്നൂർ ശ്രീ ഹരിനമ്പൂതിരിയെ, അദ്ദേഹത്തെ ഞാൻ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഈ ക്ഷേത്രത്തിൽ വരുന്നത്. ഭഗവാൻ ചെറിയ കുട്ടിയായിരിക്കുന്നു കരുതി വന്നാണ്. ഇവിടെ വന്നപ്പോൾ വലിയൊരാളാണ്, നല്ല ഒത്തൊരാൾ. കണ്ടപ്പോൾ ചെറിയ ശ്രീവല്ലഭൻ്റെയൊക്കെ ഒരു ലുക്ക് എടുത്തു പിടിച്ച് നിൽക്കുന്നു. അപ്പം മള്ളിയൂരിൽ നിന്നാണ് വരണത്. മള്ളിയൂർ സത്രം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരികയുണ്ടായത്. അവിടുത്തെ ആചാര്യന്മാരിൽ ഒരാളായിട്ടുള്ള ശ്രീ പയ്യന്നൂർ മുരളീകൃഷ്ണൻ നമ്പൂരി, അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നരസിംഹാവതാരം ഉച്ചയ്ക്ക്. എനിക്ക് രാവിലെ ഇവിടെ വന്ന് നാട്ടിലേക്ക് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് പ്രിയപ്പെട്ട സനീഷ്, അദ്ദേഹമാണ് ഞാനിവിടെ വരാൻ കാരണം. അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. സനീഷ് എന്നോട് പറഞ്ഞു രാവിലത്തെ സ്ലോട്ട് നോക്കി തരാം, ആദ്യത്തെ സ്ലോട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് സ്ലോട്ട് ഭഗവാൻ ഇട്ടത് നാരായണ കവച. ഞാനാണെങ്കിൽ സാധാരണ ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഇതുവരെ പറയാത്ത എന്തെങ്കിലും അവിടെ പറഞ്ഞ്, അത് സത്രമാണെങ്കിൽ പോലും ഒരു വിശേഷമായിട്ടൊന്ന് ആ ഭഗവാനെ നേദിക്കുക എന്നുള്ളൊരു ചിട്ടയാണ്. പക്ഷേ ഭഗവാൻ ഇവിടെ ഓൾറെഡി കഴിച്ച ഏതോ റെസിപ്പി ഇഷ്ടമായി, അത് ഒന്നുകൂടെ പുതിയ രീതിയിൽ ഉണ്ടാക്കി തരാൻ പറഞ്ഞിരിക്കുകയാണ്. നാരായണ കവചം ഞാൻ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, ലൈവിലുണ്ട്. നമ്മുടെ മഹാമാരിയുടെ കാലത്ത്, കോവിഡിൻ്റെ സമയത്ത്, സത്യം ഏറ്റവും ആവശ്യമുള്ള സമയത്തായിരുന്നു അന്നത് ചെയ്തത്. അന്ന് അതിൻ്റെ ജപം, അതിൻ്റെ ഓരോ മന്ത്രാർത്ഥം, ന്യാസധ്യാനാദികളെക്കുറിച്ചും ഒക്കെ വിസ്തരിച്ചിട്ട് ഞാനതിൽ പറയുണ്ടായി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രയോഗം അറിയേണ്ടത് വളരെ ആവശ്യമാണ്. ഇല്ലാണ്ട് നമുക്ക് ഇപ്പോൾ വീട്ടിൽ നല്ലൊരു പ്രഷർ കുക്കർ മേടിച്ച് വെച്ചു, ഇതിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാണ്ട് വെറുതെ മേടിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ ഒരു മിക്സി മേടിച്ച് വെച്ചു, അതിൻ്റെ ബട്ടൺ എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാത്ത മിക്സി ഇറങ്ങിയ കാലത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ആ 80കളുടെയൊക്കെ തുടക്കത്തിൽ അമ്മമാർക്കൊക്കെ പേടിയായിരുന്നു ഇത് ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നല്ല. അപ്പോൾ അതിനൊരു മാനുവൽ നോക്കി പഠിക്കാമെന്നൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ അതുപോലെയാണ് രഹസ്യവിദ്യകളും. ഇതൊക്കെ എന്തുകൊണ്ടാണ് രഹസ്യവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തെറ്റായ കൈകളിൽ പോയി പെട്ട് കഴിഞ്ഞാൽ വലിയ അപകടങ്ങളുണ്ടാകും. അങ്ങനെയുള്ള ഒരു മഹാവിദ്യ തന്നെയാണ് നാരായണ കവചം ശരിക്കും. എന്തായാലും നാരായണ കവചത്തിൻ്റെ ഈ വിശേഷപ്പെട്ട ദിവസം, അതിനെക്കുറിച്ച് പറയാൻ ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പൻ പറഞ്ഞാണ്. ഞാൻ എന്തെങ്കിലും അബദ്ധം പറഞ്ഞാൽ അത് മുഴുവൻ എൻ്റെയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രവേശിക്കാം. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വവിഘ്നസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവേ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ വൃഷ ധാംനാ സ്വേന സദാ നിരസ്തകുഹം സത്യം പരം ധീമഹി സത്യം പരം ധീമഹി സത്യം പരം ധീമഹി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ഗുരുവായൂരപ്പ, സാധാരണ ഭാഗവത സത്രവേദികളിലാണെങ്കിലും ഞാൻ ഭാഗവതത്തിൻ്റെ ഈ ഒന്നാമത്തെ ശ്ലോകം അങ്ങനെ ചെല്ലാറില്ല. അപ്പോൾ കഴിഞ്ഞ മള്ളിയൂർ സത്രത്തിൻ്റെ അവിടെ ഞാൻ ചെല്ലി. അതേപോലെ തന്നെ മഹാഭാരതത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം നാരായണം നമസ്കൃത്യ എന്ന് തുടങ്ങുന്നത് അപൂർവമായിട്ടാണ് ചെല്ലാറുള്ളത്. എന്തുകൊണ്ടാണ് ചെല്ലിയതെന്ന് വെച്ചാൽ, സന്താനഗോപാലം കഥയാണ് അവിടെ പറഞ്ഞത്. സന്താനഗോപാലം കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടി കേൾക്കേണ്ട കഥയാണെന്നാണ് നമ്മളെയൊക്കെ സങ്കല്പം. പക്ഷേ അതിൻ്റെ വേദാർത്ഥം എടുത്തിട്ട് പറയാനാണ് അവിടെ ശ്രമിച്ചത്. ഇവിടെയും നാരായണ കവചത്തിൻ്റെ വേദാർത്ഥം എടുത്ത് പറയാനാണ് ശ്രമിക്കാൻ പോകുന്നത്. അത് പറയണമെങ്കിൽ ഈ പറഞ്ഞ 2 ശ്ലോകങ്ങൾക്കും വളരെ പ്രാധാന്യമുണ്ട്. കാരണം സത്യം പരം ധീമഹി എന്നാണ് പറഞ്ഞത് ഭാഗവതം. കൃഷ്ണം പരം ധീമഹിന്നോ, വിഷ്ണു പരം ധീമഹിന്നോ, മഹാദേവൻ പരം ധീമഹിന്നോ, ശക്തിം പരം ധീമഹിന്നോ അല്ല പറഞ്ഞത്. അവരൊക്കെ ഒന്നായിട്ടുള്ളൊരു വസ്തുവാണ്. ആ വസ്തുവിനെയാണ് സത്യവസ്തുവിനെ ബുദ്ധിയിൽ ഉറപ്പിക്കുക, അത് താൻ തന്നെയാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബ്രഹ്മസൂത്രം മനസ്സിലാവാത്തവർക്ക് ബ്രഹ്മസൂത്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വ്യാസൻ
വേദത്തിനെ ഇങ്ങനെ ആറ്റി കുറുക്കിയെടുക്കും. ബ്രഹ്മസൂത്രത്തിൻ്റെ 2ാമത്തെ സൂത്രം ജന്മാദ്യസ്യ യതോ എന്നാണ് തുടങ്ങുന്നത്. അത് വെച്ചിട്ടാണ് ഭാഗവതം തുടങ്ങുന്നത്. നാമസങ്കീർത്തനം മഹാത്മ്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യും. ജ്ഞാനത്തിലേക്ക് ഭക്തി വഴി പോയി പടി കടന്ന് അകത്ത് ചെന്ന് ആ ആളെ കണ്ട് ആ ആളും ഞാനും തമ്മിൽ വ്യത്യാസമില്ല എന്ന് മനസ്സിലാക്കണം. അതിലേക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അങ്ങനെ സത്യത്തിനെ പറ്റി പറയുന്ന ഒരു ഗ്രന്ഥം, ആദ്യന്തം അദ്വൈതാമൃതം നിറഞ്ഞൊഴുകുന്ന ഗ്രന്ഥമാണ്. പോരാണ്ട് ബ്രഹ്മസാക്ഷാത്കാരം കിട്ടിയിട്ടുള്ളവരെയാണ് നമ്മൾ പരമഹംസന്മാരെന്ന് പറയുക. എന്തുകൊണ്ട് ഈ ഹംസം? പാലിൽ നിന്ന് വെള്ളത്തിനെയും പാലിൻ്റെ സത്തയും വേർതിരിച്ചെടുക്കാൻ ഹംസത്തിന് സാധിക്കും. അതുപോലെ ഈ കാണായ പ്രപഞ്ചത്തിൽ നിന്ന് ബ്രഹ്മസത്തെ വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നവനാകയാലാണ് ഹംസം അഥവാ പരമഹംസം എന്നൊക്കെ വിളിക്കുന്നത്. പരമഹംസൻ ആരെ കണ്ടു കഴിഞ്ഞാൽ അയാൾ ബ്രഹ്മത്തെ കാണുന്നു. അവിടെ ഇന്നൊരാൾ വേറിട്ടൊരാളെന്ന് പറഞ്ഞിട്ടില്ല. കാമദേവനെ മഹാദേവൻ നോക്കിയത് അതാണ്. നമ്മൾ കരുതുന്ന മാതിരി കോപത്തോണ്ട് കണ്ണ് ചുട്ടരിച്ച് നോക്കിയൊന്നുമല്ല. ഭഗവാൻ നോക്കിയപ്പോൾ ഭഗവാൻ താൻ ബ്രഹ്മം, അതും ബ്രഹ്മം. അതോടുകൂടി കാമദേവൻ്റെ ഐഡൻറ്റിറ്റി ഇല്ലാണ്ടായിപ്പോയി. കാമദേവന് പിന്നെ കാമദേവൻ എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റാണ്ടായി പോയതുകൊണ്ടാണ് എരിഞ്ഞടങ്ങിപ്പോയത്. അപ്പോൾ അതിന് എന്താ മനസ്സിലാക്കേണ്ടത്? ജ്ഞാനം ഒരു തരത്തിൽ ആയുധമാണ്. ഒരു തരത്തിൽ നോക്കിയാൽ ആയുധമാണ്. അപ്പോൾ പരമഹംസന്മാരാൽ പറയപ്പെട്ട ഒരു അറിവാണ് ഗീത. ഗീത അതെ, പരമഹംസൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഭാഗവതം അത് ആർക്ക് വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്? മോക്ഷം ആഗ്രഹിക്കുന്ന നമ്മളെപ്പോലുള്ളവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പറഞ്ഞു തരുന്നത് പരമഹംസനാണ്. അത് അറിഞ്ഞ ആളാണ്. ശുഖബ്രഹ്മർഷി മോക്ഷം ആഗ്രഹിക്കുന്ന പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. പരീക്ഷത്തിൻ്റെ സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. പരീക്ഷത്ത് 7 ദിവസം കഴിഞ്ഞാൽ മരിക്കും. മരണം മുന്നിൽ കണ്ട് നിൽക്കുകയാണ്. നമ്മൾ മരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ വാസ്തവത്തിൽ നല്ല വെടിപ്പായിട്ട് സമാധാനമായിട്ട് ഈ ശരീരം കളയാൻ മരിക്കാൻ വേണ്ടി പഠിപ്പിക്കുകയാണ് ശരിക്കും ഭാഗവതം. അങ്ങനെ പറയപ്പെടുന്ന ഭാഗവതത്തിൻ്റെ അകത്തൊരു മന്ത്രവാദ ഗ്രന്ഥത്തിലുള്ള പോലെ ഈ കവചം എങ്ങനെ വന്നു? ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കവചം ശരിക്കും എന്തിനാണ്? നമുക്കൊരു പ്രശ്നത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ, ബാധകളിൽ നിന്ന് രക്ഷിക്കാൻ, ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ, ചിലപ്പോൾ വീട്ടുകാരിൽ നിന്ന് രക്ഷിക്കാൻ, അല്ലേ? ചിലപ്പോൾ വീട്ടുകാരിൽ നിന്ന് രക്ഷിക്കാൻ കവചം വേണം. ഇങ്ങനെ അനവധി നമുക്ക് മനസ്സുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാത്തതോ നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ ഈവൻ ആത്മാവിനെ പോലും മുറിപ്പെടുത്താൻ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. പക്ഷെ മന്ത്രവാദത്തിൽ സാധിക്കും. അതിൽ നിന്നൊക്കെ നമുക്ക് തരുന്ന ഒരു ഷീൽഡാണ്, ഒരു പടച്ചട്ട. അതിനാണ് നമ്മൾ കവചം എന്ന് പറയുന്നത്. അപ്പോൾ കവചമാകണമെങ്കിൽ ആദ്യം അതിൻ്റെ മന്ത്രാക്ഷരങ്ങളെ നമ്മുടെ ശരീരത്തിൽ നസിച്ചിട്ട് ഓരോ അംഗങ്ങൾ തൊട്ട് അതിൻ്റെ ഇന്ന അംഗങ്ങളിൽ നസിച്ച് നമ്മുടെ ശരീരത്തെ മന്ത്രമയമാക്കിയിട്ട് നിർത്തുകയാണ്. ആ ഒരു ദിവസത്തേക്ക്, ഒരു സൂര്യോദയത്തിന് തൊട്ട് അടുത്ത സൂര്യോദയം വരെയുള്ള സമയത്തേക്ക് നമ്മൾ ഉറങ്ങുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് സംരക്ഷണം വേണം. കാരണം നമ്മൾ കരുതുന്ന മാതിരി മനുഷ്യൻ മാത്രമല്ല അറ്റാക്ക് ചെയ്യുക, പാറ്റയും എലിയും മാത്രമല്ല അറ്റാക്ക് ചെയ്യുക. അസംഖ്യം കാണാത്ത ഇവിടെ എത്രയോ കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവിടെ ആൾക്കാരില്ലാന്ന്? ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് നിൽക്കുന്നത്. മനുഷ്യരല്ല ഇരിക്കുന്നു മാത്രം. എന്താ ചിരിക്കുന്നു? ഉറപ്പായിട്ടും നമ്മൾ കരുതുന്നു നമ്മൾ സ്വകാര്യതകളിൽ പല തമാശകളും ആരും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒപ്പിക്കുന്നുണ്ട്. അനവധി ദൃക്സാക്ഷികളാണ്. ഒരു മഹാക്ഷേത്രത്തിലൊക്കെ വരുമ്പോൾ ആ ഭഗവാന്റെ പാർശ്വതാദികളും എത്രയോ ഭക്തന്മാരുടെ ആത്മാക്കളും ഒക്കെ ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഒഴിഞ്ഞു കിടക്കുന്ന കസേരയുണ്ടെങ്കിലും ഭഗവാന്റെ കഥ പറയണം, ഭഗവാനും കേൾക്കാനുണ്ടാവും. ഇത്തരം ശക്തികൾ പോലെയല്ല അപകടം ഉണ്ടാക്കുന്ന ശക്തികൾ. ചിലപ്പോൾ ഈവൻ ഉപാസനയിൽ പോലും നമ്മൾ വളർന്നു വരുന്നത് നമ്മുടെ ഒരു പൂർവീകനും ഇഷ്ടമാവണമെന്നില്ല. ഇപ്പം പൂർവ്വത്തിൽ ഒരു കുടുംബത്തിൽ ഒരു ദേവതാ സ്വരൂപത്തിനെയാണ് പ്രാർത്ഥിച്ചു വരുന്നത്. നമ്മളൊന്ന് വഴിമാറി സഞ്ചരിച്ചാൽ ചിലപ്പോൾ ചിലയിടങ്ങളിൽ ആ പൂർവീകരുടെ ആ ഒരു പാരമ്പര്യ ആത്മാക്കൾക്ക് പിതൃക്കൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അതെന്താ വഴിമാറിപ്പോയത്? അത് പറ്റില്ലല്ലോ, തടയണം. ഇനി വേറെ ചിലത് നമ്മുടെ കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, നമ്മുടെ പൂർവ്വകർമ്മം മഹാമോശമാണ്. നമ്മളൊരു ഉപാസനയിൽ കൂടെ ആ കർമ്മങ്ങളെ എരിച്ച് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള പ്രയത്നം നടത്തുമ്പോൾ വേറൊരു 9 ആൾക്കാരുണ്ട്. അവരെ ഭഗവാൻ ഏൽപ്പിച്ചിട്ടുള്ളത് നമ്മുടെ സകല പരിപാടികളും പണ്ട് ചെയ്തതിനുള്ള ശമ്പളം ഇപ്പം തരാനാണ്. നവഗ്രഹങ്ങളെന്ന് പറയും.
അവരവരുടെ ഡ്യൂട്ടിയെ ചെയ്യണം. നമ്മളവരെ ചീത്ത പറയരുത്. ഒരിക്കലും ഒരു മോശം ഗ്രഹം, ദുഷ്ടഗ്രഹം എന്നൊന്നും പറയരുത്. അത് പറയുന്നവൻ തന്നെ അപകടമാണ്. അത് കേട്ട് സംഭാഷണത്തിൽ പോലും ഒരു ഗ്രഹത്തിന് മോശം എന്ന് പറയരുത്. നമ്മുടെ കയ്യിലിരിപ്പാണ് ബ്ലൂ പ്രിൻ്റായിട്ട് അവിടെ ജനിച്ച സമയത്ത് കാണുന്നത്. നമ്മൾ പണ്ട് ചെയ്തു കൂട്ടിയിട്ടുള്ളൂ. ഈ ഗ്രഹങ്ങൾ തടസ്സമുണ്ടാകും ഉപാസനയിൽ. ഇതിന് പുറമെ മനുഷ്യരും, ചിലപ്പോൾ മനുഷ്യരിൽ നമ്മുടെ വീട്ടിലുള്ള മറ്റൊരു വ്യക്തിയിൽ കുടികൊള്ളുന്നത് ശരിയല്ലാത്തൊരു ശക്തിയായിരിക്കാം. അവർക്ക് നിലനിൽപ്പിൻ്റെ വിഷയങ്ങളുണ്ടാവും. ഒരാൾ പുതുതായിട്ട് വീട്ടിലൊരു ഉപാസന തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ അവിടെ ഓൾറെഡി ആ വീട് പണിയുന്നതിന് മുന്നേ ആ പറമ്പിൽ എത്രയോ കാലമായിട്ട് വസിക്കുന്ന ശക്തികളുണ്ടാവും. മനുഷ്യനെല്ലാം കയ്യേറിയതാണല്ലോ. നമ്മുടെ ഈ ഭൂമി ഒന്നും നമ്മുടെയല്ല. ഇവിടെയൊക്കെ എത്രയോ സൂക്ഷ്മ ശരീരങ്ങളുള്ള എത്രയോ ശക്തികളുണ്ട്. സർപ്പങ്ങളുടെ ആയിരുന്നു കേരളം എന്ന് പറഞ്ഞ ഭൂമി തന്നെ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാതെ, അവർക്ക് അവരുടെ വീട്ടിൽ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ ഉപാസന കൊണ്ടുണ്ടാവും. അവർക്ക് ഇരിക്കപ്പുറത്ത് കിട്ടില്ല. അപ്പോൾ അവർ പണി തുടങ്ങും. ഇങ്ങനെ അനവധി പ്രശ്നങ്ങൾ ഒരു ഉപാസകന് തന്നെ ഉണ്ടാവും. സാധാരണക്കാരൻ്റെ കാര്യം പറയാനുമില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷിക്കാൻ ആണ് ഇന്നത്തെ കാലത്ത് കവചത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. പണ്ട് ഇത് യുദ്ധങ്ങളിൽ ഉപയോഗിച്ചു. പക്ഷേ യുദ്ധങ്ങളിൽ കൂടുതൽ അസ്ത്രസ്വഭാവമുള്ള മന്ത്രങ്ങൾ കൊണ്ടുള്ള കവചങ്ങളുണ്ട്. ധാരാളം ബീജാക്ഷരങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ അമ്മയുടെ കവചം, ദേവീ കവചം പ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയാം. ദേവി മഹാത്മ്യമൊക്കെ വായിക്കുമ്പോൾ ദേവീ കവചം വായിക്കും അല്ലേ. മഹാവിഷ്ണുവിന് തന്നെ ഇഷ്ടംമാതിരി കവചമുണ്ട്. ത്രൈലോക്യമോഹനം, വിഷ്ണു കവചം, വിഷ്ണു പഞ്ചര കവചം, വെങ്കടേശ്വര കവചം, കൃഷ്ണൻ്റെ അനവധി കവചങ്ങളുണ്ട്, സുദർശനത്തിന് കവചങ്ങളുണ്ട്. ഈ കവചങ്ങളിലൊക്കെ അനവധി ബീജമന്ത്രങ്ങളും മന്ത്രങ്ങളും പല സംഭവങ്ങളും കാണും നമ്മൾ. പക്ഷെ നാരായണ കവചത്തിൽ ഇതൊന്നും കാണില്ല. നാരായണ കവചത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ മന്ത്രങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിനെ മന്ത്രം, നാരായണ കവച മന്ത്രം എന്ന് നമ്മൾ പറയും. പക്ഷെ മന്ത്രം നമ്മൾ കാണുന്നില്ല. ഭാഗവതത്തിലുള്ള പാഠത്തിൽ അതിൻ്റെ ന്യാസമില്ല. ഋഷി ആരാന്നറിയില്ല, ഛന്ദസ് ആരാന്നറിയില്ല, ദേവത ആരാന്നും പറയുന്നില്ല. പറഞ്ഞിരിക്കുന്നത് പരമഹംസന്മാരെ മുമുക്ഷുക്കൾക്ക് പറഞ്ഞു കൊടുത്തതാണെന്ന് എല്ലാ അധ്യായത്തിൻ്റെ അവസാനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് യുദ്ധം ചെയ്ത് ജയിക്കാനോ മന്ത്രവാദത്തിൽ നിന്ന് രക്ഷപ്പെടാനോ ശത്രുക്കളെ കൊല്ലാനോ അല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ അർത്ഥം എടുക്കാം. അതിന് ഉപകരിക്കും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന് പ്രയോഗമുണ്ട്. നാരായണ കവചം ഇന്ന് നമ്മൾ ചെല്ലുന്നത് സ്തോത്രമായിട്ടാണ്. കവചം കവചായി പ്രയോഗിക്കണമെങ്കിൽ അതിൻ്റെ ഋഷി, ഛന്ദസ്, ന്യാസം സകലതും വേണം. ഞാനിത് എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞു വെച്ചാൽ, ഞാനിതൊരു ഒഴുക്കം മട്ടിലാണ് പണ്ട് ആ ലൈവിൽ പറഞ്ഞു പോയത്. ഞാൻ കൂടുതൽ വിസ്തരിച്ചില്ല. കാരണം ഇതൊന്നും പബ്ലിക്കായിട്ട് ഡിസ്കസ് ചെയ്യാൻ പാടില്ലാത്ത വിഷയങ്ങളാണ്. ന്യാസം ധ്യാനമൊക്കെ ഗുരുമുഖത്തുനിന്ന് കിട്ടേണ്ടതാണ്. അപ്പോൾ ചിലവർ കേട്ടിട്ട് എനിക്ക് അന്ന് എഴുതി ചോദിച്ചിരുന്നു, ഇതിന് ന്യാസവും ധ്യാനവും ഇല്ലല്ലോ, നാരായണ കവചത്തിന് എവിടെയാണ് ന്യാസം ധ്യാനം? ചില പ്രധാന പൂജാരിമാരുടെ അടുത്തും തന്ത്രിമാരുടെ അടുത്തും വരെ അവർ ചോദിച്ചു, നാരായണ കവചത്തിന് ന്യാസവും ധ്യാനവും ഇല്ല എന്ന് പറഞ്ഞു. അത് കേരളത്തിലും പുറത്തും അറിയപ്പെടുന്ന പ്രസിദ്ധ ഭിഷഗ്വരനായിട്ടുള്ള ഒരു ആയുർവേദ ഡോക്ടർ, അദ്ദേഹം എനിക്കൊരു ജ്യേഷ്ഠതുല്യനാണ്, അദ്ദേഹം തന്നെയാണ് ഗുരുവായൂരപ്പൻ്റെ പരമഭക്തൻ. അദ്ദേഹമാണ് എൻ്റെ അടുത്ത് അതിനെക്കുറിച്ച് ഏറ്റവും താല്പര്യത്തോടു കൂടി ചോദിച്ചാണ്. അദ്ദേഹം കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട് വഴി വരുമ്പോൾ, ഞാനന്ന് പാലക്കാടുള്ള സമയമായിരുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടനൊന്ന് ഈ വഴി വന്നാൽ, കൽപ്പാത്തിയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. വാസ്തവത്തിൽ നാരായണ കവചത്തിന് കൃത്യമായ കരന്യാസം, ഹൃദയാദിന്യാസം, അക്ഷരന്യാസം ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അത് ന്യസിച്ച് ഈ സ്തോത്രത്തിനെ മന്ത്രമാക്കി പിരിച്ച് മുദ്രകൾ സഹിതം തൊട്ട് ജയിപ്പിക്കുമ്പോഴാണ് ശരിക്കും ആ കവചം നമ്മൾ ധരിക്കണത്. അതങ്ങനെ ചെയ്താൽ ആ ദിവസത്തെ നമ്മുടെ ശരീരത്തിൻ്റെ വ്യത്യാസം തന്നെ എന്തായിരിക്കും? ഒരു ബൂസ്റ്റർ, ഒരു എന്താ പറയുക, നമ്മൾ റെഡ് ബുള്ളൊക്കെ ഒരു 10 കുപ്പി കഴിച്ചതിൻ്റെയൊക്കെ അപ്പുറത്തേക്കുള്ള ഊർജ്ജമാണ് നമുക്ക് ആ ഒറ്റ മന്ത്രഭാഗം കൊണ്ട് കിട്ടുന്നത്. അത് പക്ഷേ അങ്ങനെ ഉപയോഗിക്കാനുള്ള അത് നമ്മൾ സാധാരണക്കാർക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ, അങ്ങനെ ചെല്ലാൻ പാടുള്ളൂ എന്ന് പറയാനല്ല പറഞ്ഞു വന്നത്. ഇത് പറഞ്ഞ ആൾക്കാരാരാണെന്ന് ആദ്യം നന്നായിട്ട് ആലോചിക്കുക. ഏതൊക്കെ സാഹചര്യത്തിൽ പറഞ്ഞു എന്ന് ആലോചിക്കുക. മുഴുവൻ സിംബോളിക്കാണ്, പ്രതീകമാണ് ഭാഗവതം. ഭാഗവതം കേട്ടിട്ട് ആ കഥ അതേപടി തിന്നാൽ ആ കഥയായിട്ട് ഇരിക്കുകയുള്ളൂ. ദശമം പ്രത്യേകിച്ചും, ദശമം ശരിക്കും മനസ്സിലാക്കിയാൽ ഏകാദശം നല്ല അസലായിട്ട് മതിരിക്കും. ഒരു സംശയമില്ലാത്ത കാര്യം. എന്തുകൊണ്ട് ഈ കവചം ഭഗവാന്റെ കഥയുടെ എവിടെയും കൊണ്ടേ വെച്ചില്ല? വ്യാസമഹർഷിക്ക് വേണമെങ്കിൽ അവിടെ എഴുതി വെച്ചാൽ മതിയായിരുന്നു. നമ്മൾ സിനിമയിൽ ഫ്ലാഷ് ബാക്ക് കാണിക്കണ മാതിരി ഭഗവാൻ അർജുനനോട് പറഞ്ഞു, പണ്ട്
ഇന്ദ്രന് ഇങ്ങനെ കൊടുത്തതാണെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചില്ല. എന്തിനാ അതിനെ കൊണ്ടിട്ട് ഇത്രയും തുടക്കത്തിൽ കൊണ്ടേ വെച്ചത്? ഇതൊക്കെ അനവധി ചോദ്യങ്ങൾ നമ്മൾ ശരിക്കും ഈ നാരായണ കവചത്തിനെക്കുറിച്ച് അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എടുക്കേണ്ടതുണ്ട്. ഞാൻ കുറച്ച് സമയമെടുത്തത് പറയണമെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് നാരായണ കവചത്തിൻ്റെ അർത്ഥമൊന്നും പറയാൻ പോകുന്നില്ല. അത് കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ആ ലൈവിൽ ഞാൻ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അഷ്ടഗുണോ അഷ്ടബാഹു എന്നുള്ള ഭാഗം തന്നെ വലിച്ചു നീട്ടി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ എല്ലാ പ്രഭാഷണത്തിനും 3 മണിക്കൂർ നീളമാണെന്ന് പൊതുവെ പരാതിയുള്ളതാണ്. അതെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് തീരാത്തോട്ട് അങ്ങനെ പറഞ്ഞതാണ്. ഭഗവാന്റെ 8 ഗുണങ്ങളും 8 കൈകളുടെയും അനവധി ഇൻ്റർപ്രിട്ടേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് മുരുകേശൻ തിരുമേനിയും ഞാനും കൂടെ വരുമ്പോൾ അദ്ദേഹം പറയായിരുന്നു, ആ ദേവഹേളനം എന്നുള്ള വാക്ക് തന്നെ ഞാൻ ഈശ്വരന്മാരെ അപമാനിക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലും നാരായണ കവചത്തിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതിന്ന് പോലുമുള്ള രക്ഷ, ഈശ്വരനെ നിന്ദിക്കുന്നതിൻ്റെ നമ്മുടെ ആ മനസ്സിൻ്റെ ടെൻഡൻസിന്ന് പോലും എന്നെ രക്ഷിക്കണേ എന്ന് പറയും നാരായണ കവചത്തിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത്ര സൂക്ഷ്മമായിട്ട് ചിന്തിച്ചിട്ടാണ് അത് എഴുതിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? നാരായണ കവചം എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. ഒരു വേദാർത്ഥത്തെ അരച്ചു കലക്കി വെച്ചൊരു കൃതിയുടെ ഉള്ളിൽ 6-ാമത്തെ സ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ ശ്രീധരാചാര്യ സ്വാമികൾ അതിൻ്റെ ചുരുക്കം പറയുന്നുണ്ട്. അഷ്ടമേ വിശ്വരൂപസ്തു വർമ്മ നാരായണാത്മകം ഇന്ദ്രായ പ്രാഹ ഏനേന്ദ്രോ ഗുപ്തോ ദൈത്യാനഥാജയത്. വിശ്വരൂപൻ ഇന്ദ്രന് നാരായണ കവചം എന്ന മന്ത്രം ഉപദേശിക്കുന്നതും ഇന്ദ്രൻ അതിനാൽ സുരക്ഷിതനായി അസുരന്മാരെ ജയിക്കുന്നതും ഈ 8-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. ഈ ജയം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നാരായണൻ നമസ്കൃത്യ പറഞ്ഞിട്ട് ജയമുദീരയെ എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകം ചൊല്ലി. ജയശബ്ദം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സാധാരണ വിക്ടറി എന്നെടുക്കുക. ഇപ്പോൾ മുമ്പും കേട്ടിട്ടുള്ളവർക്ക് അറിയാം, പല പ്രഭാഷണങ്ങൾ ഞാൻ പറഞ്ഞു ജയശബ്ദം എന്ന് പറഞ്ഞാൽ ജനന, ലയന, മരണം, എന്തിൻ്റെയും ജനനം തൊട്ട് നാശം വരെയുള്ള സംഹാരം വരെയുള്ള അവസ്ഥ, അത് നന്നായി പോകുന്നതിനെയാണ് ജയം എന്ന് പറയുന്നത്. അത് വിശേഷമായാൽ വിജയം. അത് വിശേഷമായി ജീവിച്ചതുകൊണ്ട് അർജുനൻ വിജയൻ. ഒരു ജന്മം കിട്ടി, അത് ഭംഗിയായിട്ട് നല്ല സഫലമായിട്ട് ജീവിക്കുക, അതാണ് ജയശബ്ദം. ആ ജീവിതയാത്രയുടെ കഥയാണ് മഹാഭാരതം. അതുകൊണ്ടാണ് ഇനി ജയ എന്ന് പേരിട്ടത്. ഇവിടെ ഇന്ദ്രൻ നേടുന്നതും ആ ജയം തന്നെയാണ് ശരിക്കും. അപ്പം പരീക്ഷിത്ത് ചോദിക്കുന്നുണ്ട് ശുഗമഹർഷിയുടെ അടുത്ത്. ചോദിക്കുന്ന ആളാരാ? മന്ത്രവാദിയല്ല, മന്ത്രവാദിയോടല്ല ചോദിക്കുന്നത് പരീക്ഷിത്ത്. എന്തെങ്കിലും വഴിയുണ്ടോ എനിക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല സ്പെഷ്യൽ മന്ത്രം പറഞ്ഞു തരുമോ എന്ന് ചോദിക്കും ചിലവർ. മന്ത്രം പറഞ്ഞു കൊടുക്കാൻ ഇപ്പോൾ വാട്സപ്പിൽ വരെ മന്ത്രം കൊടുക്കും. 501 ഉറുപ്പ്യ തൊട്ടിട്ട് 1,00,000 ഉറുപ്പ്യ വരെ കൊടുത്തു കഴിഞ്ഞാൽ ശ്രീവിദ്യ വരെ കിട്ടുന്ന കാലമാണ്. വളരെ എളുപ്പമാണ്. ഇന്നൊക്കെ മന്ത്രം കിട്ടാൻ വലിയ പണിയൊന്നുമില്ല. മന്ത്രം വർക്കാവുമെന്ന് മാത്രമേ. ഞാനെപ്പോഴും പറയാറുണ്ട്, ഓതറൈസ്ഡ് ഡീലറുടെ കടയിൽ നിന്ന് നമ്മളൊരു ടി വി വാങ്ങുന്നതും ചൈന മാർക്കറ്റിൽ നിന്ന് ടി വി വാങ്ങണേയും പോലെയാണ്. ചൈന മാർക്കറ്റിൽ നിന്ന് ടി വി വാങ്ങി കേടുവന്നു പിറ്റേ ദിവസം എന്നുണ്ടെങ്കിൽ കൊണ്ടുപോയാൽ മാറ്റി തരില്ല, കാശ് പോയി. ഓതറൈസ്ഡ് ഡീലറിൽ നിന്ന് മേടിക്കുമ്പോൾ അത് കമ്പനി വരെ പോകും, നേരാക്കി തിരിച്ചു വരും, കുറച്ച് വൈകുന്നേ ഉള്ളൂ. ഇതുപോലെയാണ്. ഗുരുനാഥനുണ്ട്, അത് വൃത്തിയായി കിട്ടിയിട്ടുണ്ടെങ്കിൽ മഹാദേവൻ വരെയുള്ള സ്ഥലത്തേക്ക് അത് പോകും, എന്നിട്ട് തിരിച്ചു വരും. നമ്മൾ തെറ്റ് ചെയ്താൽ ഈ പരമ്പര മുഴുവൻ നമ്മളെ സഹായിക്കാൻ നിൽക്കുക. നമ്മൾ ചൈന മാർക്കറ്റിൽ നിന്ന് മേടിച്ച് വാട്സപ്പിലും ഫേസ്ബുക്കിലും കണ്ട നാരായണീയം കോഴ്സും ഭഗവത്ഗീത കോഴ്സും ഒക്കെ എടുത്തിട്ട് അതിൻ്റെ അന്തരാർത്ഥം മനസ്സിലാക്കാതെ അതിൽ ഒരു ശ്ലോകം പോലും ജീവിതത്തിൽ പകർത്താതെ അത് മുഴുവൻ പഠിച്ച് ഞാൻ ആ കോഴ്സിന് പോകുന്നുണ്ട്, ഈ കോഴ്സിന് പോകുന്നുണ്ട്, യൂണിഫോം ഡ്രസ്സ് ഇടുക, നാരായണീയം വായിക്കുക, ഇതൊന്നും ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ വിഷമിപ്പിക്കാൻ പറയല്ല നിങ്ങളെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നിങ്ങളെയൊക്കെ ഞാൻ ഗുരുവായൂരപ്പനെ കണ്ടിട്ടാണ് നമസ്കരിച്ചിട്ടുള്ളത്. നമ്മൾ സംസാരിക്കുക. ഇതിൽ പരം വലിയ മിസ്ഇൻ്റർപ്രിട്ടേഷൻ. കലികാലത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താ അറിയോ? സത്സംഗങ്ങൾ അധികം ഉണ്ടാവും, 99% മിസ്ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാവും, അബദ്ധങ്ങൾ പ്രചരിപ്പിക്കും. അതാണ് ഏറ്റവും വലിയ ചതിക്കുഴി. കാരണം ഒരു ധർമ്മത്തിനെ നശിപ്പിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗ്ഗം നിങ്ങൾക്ക് എന്താ അറിയുമോ? ആ ധർമ്മത്തിൻ്റെ അകത്ത് കയറുക, അതിൻ്റെ ഡ്രസ്സ് ഇടുക, എന്നിട്ട് അതിനെ തകർക്കുക. ഇപ്പോഴത്തെ ഭക്തിപ്രസ്ഥാനങ്ങൾ പകുതിയും ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെയുള്ളവരിൽ നിന്നും സംരക്ഷണം വേണം നമുക്ക്. അതിനും കവചം ആവശ്യമാണ്. ഉപാസനയ്ക്ക് ഇരുന്നാൽ അതിന് മന്ത്രം കിട്ടിയോ ഇല്ലയോ വിഷയമല്ല. നിങ്ങൾ ഭാഗവതം ഉപാസിക്കാം, ലളിതാ സഹസ്രനാമം ഉപാസിക്കാം, ഗീത ഉപാസിക്കാം, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അല്ലെങ്കിൽ നാരായണ നാമോപാസന, എന്താണെങ്കിലും അതാത് ദേവതയുടെ കവചത്തെ കയ്യിൽ വെച്ചു കൊള്ളണം, സംശയിക്കണം. അതും രാവിലെ ചെല്ലണം. ആദ്യം അത് ചെല്ലണം. അത് ചെല്ലി ആ കുപ്പായ ഇട്ടിട്ട് വേണം ജപം തുടങ്ങാൻ തന്നെ. അത് ധരിച്ചിട്ട് വേണം. പക്ഷെ അപ്പോഴും
നാരായണ കവചം ഒന്ന് മാറിയിട്ട് കൈകെട്ടിയിട്ട് ഇങ്ങനെ ചിരിക്കുക. കാരണം അങ്ങനെ ഇപ്പോൾ വിഷ്ണുവിനെ ആരാധിക്കാനാണെങ്കിൽ ഞാൻ പറഞ്ഞു വിഷ്ണു കവചം അനവധി കവചങ്ങൾ വരേണ്ടേ, മന്ത്രങ്ങൾ ഇഷ്ടംമാരുണ്ട്. ഈ നാരായണ കവചം എന്ന് അതിന് പേരിട്ടപ്പോൾ തന്നെ ആ പേരിൽ തന്നെ കിടക്കേണ്ടത് നാരായണ കവചം എന്ന് പറയാം. നാരായണൻ്റെ കവചം. നാരായണൻ വെച്ചാൽ വൈഷ്ണവ സമ്പ്രദായത്തിൽ ബ്രഹ്മത്തെ നാരായണൻ എന്നാ പറയാം. ശൈവത്തിൽ സദാശിവൻ എന്ന് പറയും, ശാക്തേയത്തിൽ ആദിപരാശക്തി എന്നോ പരാശക്തി എന്നോ പറയും, ബൗദ്ധന്മാർ ശൂന്യത എന്ന് പറയും, വേദാന്തി ബ്രഹ്മം എന്ന് പറയും. എന്ത് പേര് വിളിച്ചാലും ഇതൊന്നാണെന്ന് ഞാൻ എല്ലാവരുടെയും പറയാറുണ്ട്. നമ്മൾ കിടന്ന് തമ്മി തല്ലിയിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ ഇത് ഇന്നതാണ് വലുത്, അത് ചെറുത്, എനിക്കിതിനെ ഇഷ്ടമല്ല. ഹൂ കെയേഴ്സ്? ആർക്ക്? നമ്മൾ ചിന്തിക്കുന്നത് പ്രപഞ്ചം ശ്രദ്ധിക്കുന്ന പോലുമില്ല. നമ്മുടെ വ്യാഖ്യാനങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല. നമ്മളിവിടെ കിടന്നിട്ട് ഈ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നാരായണ കവചം എന്നുള്ള ബ്രഹ്മവാചിയായിട്ടുള്ള ശബ്ദം കൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രഹ്മ കവചമാണ് വാസ്തവത്തിൽ, ബ്രഹ്മാവല്ല, ബ്രഹ്മ കവചമാണ്, ജ്ഞാന കവചമാണ്, സത്യകവചമാണ്. ജ്ഞാനം, സത്യം, ബ്രഹ്മം, നാരായണൻ, സദാശിവൻ ഇതൊക്കെ ഒന്നിൻ്റെ വകഭേദ നാമങ്ങളാണല്ലോ. അപ്പോൾ ഇത് നമ്മളെ ഏത് വഴിക്കാണ് കൊണ്ടുപോകുന്നത്? ചോദിക്കുന്ന ആൾ ഓൾറെഡി മനസ്സ് ഭഗവാൻ കൈക്ക് ഉറപ്പിക്കാൻ നിശ്ചയിച്ചിട്ടിരിക്കുന്ന ആളാണ്. ഇനി യുദ്ധമൊന്നും ജയിക്കാനില്ല പരീക്ഷത്തിന്. പരീക്ഷത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ യുദ്ധം ഗർഭത്തിലേ കഴിഞ്ഞു. ബ്രഹ്മാസ്ത്രം ശരീരത്തിൽ ഏറ്റുവാങ്ങി ചാപിള്ളയായിട്ട് ജനിച്ചിട്ട് ഭഗവാൻ തൊട്ട് ജനിപ്പിച്ച ആളും. കൃഷ്ണൻ ജീവിതത്തിൽ ആകെ ഒരാളെ ശപിച്ചിട്ടുള്ളൂ, അശ്വത്ഥാമാവിനെ. ഭഗവാൻ നിഗ്രഹാനുഗ്രഹ ശേഷിയുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ആരും ശപിക്കേണ്ട ആവശ്യമില്ല. ദുർബലനാ ശപിക്കുക, കൊന്നുകളേ ചെയ്യുക. ശക്തിയുള്ളവൻ ഇല്ലാണ്ടാക്കി കളയും. ശപിക്കണത് എപ്പോഴെന്താ വെച്ച് കഴിഞ്ഞാൽ മനസ്സിന് അത്രയധികം, ഇപ്പം നമ്മൾ ചിലർ ബ്രഹ്മഹത്യ ചെയ്യേണ്ട വിചാരിച്ചിട്ടാണെന്ന്, അതൊന്നുമല്ല. മനസ്സത്ര വിഷമിച്ചിട്ടിരിക്കുമ്പോൾ നമുക്ക് അയാളെ ഒന്നും ചെയ്യാനും പറ്റില്ല, എന്നാൽ നമുക്ക് കൊടുക്കും വേണമെങ്കിൽ. അങ്ങനെയാണ് ശാപം കൊടുക്കുക. അശ്വത്ഥാമാവിനെ ശപിച്ചതാണ് ഈ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് കൂടിയാണ്. അങ്ങനെയുള്ള കുട്ടിയാണ് ഭഗവാൻ കൈതൊട്ട് ജീവൻ കൊടുത്ത കുട്ടിയാണ് പരീക്ഷിത്ത്. ശരിക്കും രണ്ടാമത് ജീവൻ കൊടുത്തത് കൊണ്ട് ഭഗവാൻ പിതാവാണ് പരീക്ഷത്തിൻ്റെ. അപ്പം മകനാണ് അച്ഛൻ്റെ കഥ ചോദിക്കുന്നത്. ഒരു തരത്തിൽ നോക്കിയാൽ ഇത്രയും വലിയ പരീക്ഷണത്തെ അതിജീവിച്ചുകൊണ്ട് പരീക്ഷിത്തതെന്നാണ് പേര്. അങ്ങനെയുള്ള അദ്ദേഹം അറിവിന് വേണ്ടിയിട്ട് മനസ്സ് തുടച്ച് വൃത്തിയാക്കിയിട്ട് ആ പാത്രം വെച്ചിട്ട് ഗുരുനാഥ പാൽപ്പായസം വിളമ്പിത്തരുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആരുടെ മുന്നിൽ? വ്യാസൻ്റെ മുന്നിൽ പോലില്ല. വ്യാസൻ കടന്നു പോകുമ്പോൾ പോലും കുളക്കരകളിൽ കുളിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ത്രീകൾ ശരീരം മറയ്ക്കും. ശ്രീശുകൻ നടന്നു പോകുമ്പോൾ അവർ ശ്രദ്ധിക്കുക പോലുമില്ല. കാരണം ശ്രീശുകന് സ്ത്രീ പുരുഷ ഭേദമേ ഇല്ല, അത്ര ശുദ്ധനാണ്. അതുകൊണ്ടാണല്ലോ നമ്മളാ പ്രസിദ്ധമായിട്ടുള്ള ആ ശ്ലോകം ഉണ്ടല്ലോ, നമ്മുടെ ഭാഗവതത്തിൽ പുത്രാന്ന് വിളിച്ചപ്പോൾ ഉപനയനം കഴിഞ്ഞ് പോകുമ്പോൾ ഭിക്ഷയ്ക്ക് പോകണ ആ ഭിക്ഷയും കഴിഞ്ഞ് പോകുമ്പോൾ പുത്രാന്ന് വിളിച്ചപ്പോൾ മകനല്ല തിരിഞ്ഞു നിന്നിട്ട് എന്താ അച്ഛാന്ന് ചോദിച്ചത്. സമസ്ത പ്രപഞ്ചവും പുത്രേതി എന്ന് പറഞ്ഞാൽ വിളിക്കുന്നുണ്ടല്ലോ, ആ നീട്ടി വിളിക്കണതാണ്. അപ്പോൾ അങ്ങനെയെന്ന് വിളിക്കുമ്പോൾ എന്താ അച്ഛാന്ന് തിരിഞ്ഞു എന്ന് ചോദിക്കുന്നത് സാക്ഷാൽ പ്രപഞ്ചമാണ്. മഹാദേവനാണ് ഉപനയനം കഴിച്ചത് ശ്രീശുകന്. വേദവ്യാസൻ മഹാദേവനെ സ്മരിച്ച് ഭഗവാൻ അമ്മയോടുകൂടി പ്രത്യക്ഷപ്പെട്ട് മഹർഷി എന്നെ എന്തിനു സ്മരിച്ചു, ഞാൻ എന്താ ചെയ്തു തരേണ്ടത് ചോദിച്ചപ്പോൾ എൻ്റെ മകൻ ഉപനയനം നടത്തി തരണം പറഞ്ഞു. ഗായത്രി ഉപദേശിച്ചത് മഹാദേവനാണ്. എങ്ങനെ ജനിച്ച ഉടനെ ബ്രഹ്മജ്ഞാനം കിട്ടാതിരിക്കും? അങ്ങനെ ഉള്ള ആ ശുഗമഹർഷിയാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കവചം ബ്രഹ്മവാചിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. എന്താണെങ്കിലും ഞാൻ ഇത്രയും സമയമെടുത്തത് പറഞ്ഞ് ഇതിൻ്റെ ഒരു അടിത്തറ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു മാന്ത്രിക ക്രിയയല്ല. ഇത് നമ്മുടെ അയലത്തെ വീട്ടിൽ ആളെ ഒതുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബന്ധുക്കൾ സ്വത്തിൻ്റെ കാര്യത്തിൽ അടി നടക്കുമ്പോൾ ചെല്ലേണ്ട സാധനമല്ല. അതിനു വേണ്ടി ചെല്ലിയിട്ട് കാര്യമില്ല. നാരായണ കവചം നമ്മുടെ കർമ്മത്തിനെ ശുദ്ധമാക്കാനും ദുഷ്കർമ്മത്തിൽ നിന്ന് നമ്മൾ ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ തന്നെ രക്ഷിക്കാൻ. ചില ആൾക്കാർ പറയില്ല ഞാൻ ഭയങ്കര സംഭവമാണ്. ആ ഭാവത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുക, നമ്മളെ തെറ്റായ വഴികളിൽ നിന്ന് രക്ഷിക്കുക, ദുഷ്ടശക്തികൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതിനെ രക്ഷിക്കുക, നമ്മുടെ മനസ്സിൽ ദുഷ്ടചിന്തകൾ അങ്കുരിക്കുന്നതിന് നമ്മളെ രക്ഷിക്കുക. അങ്ങനെ സർവത്ര രക്ഷ. ആ പരബ്രഹ്മഭാവത്തിനെ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച് 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 കൊണ്ടുവരാനാണ് നാരായണ കവചം. നാരായണ കവചം ധ്യാനിക്കേണ്ടതായിട്ടാണ് ഭാഗവതത്തിൽ, പ്രയോഗിക്കാനല്ല. ശരിക്കും ധ്യാനിച്ചുറപ്പിക്കാൻ വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ജപിക്കേണ്ടതെന്ന് ഞാൻ പറയില്ല. അർത്ഥമറിഞ്ഞ് ഞാൻ ഈ ഇംഗ്ലീഷ് ടീച്ചർമാരാരെങ്കിലും ഉണ്ടോ അവിടെ? ഇംഗ്ലീഷ് സ്കൂളുകളിൽ പഠിപ്പിക്കണേ
റെന്നൻ മാർട്ടിൻ്റെ ഗ്രാമർ പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അതിൽ കുറേ ചോദ്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികൾ ഈ ലേബർ ഇന്ത്യയിലൊക്കെ കുറേ പാഠഭാഗങ്ങളും ചോദ്യങ്ങളുണ്ട്. ഇതിൻ്റെ ആൻസർ കീ വേറെ ഉണ്ടാവുക. ഞാനിപ്പോൾ ആൻസർ കീയുടെ കുറച്ച് സാധനങ്ങൾ എടുത്തു തരണം. ആ ആൻസർ കീ വെച്ചിട്ട് നിങ്ങൾ ഒന്നുകൂടെ പോയിട്ട് നാരായണവചം വായിക്കുമ്പോൾ ഗുരുവായൂരപ്പ നിങ്ങൾക്ക് ഞാനൊക്കെ സങ്കല്പിക്കണതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് കാണിച്ചു. അദ്ദേഹം ഓരോരുത്തർക്കും വിശേഷമായിട്ടേ കൊടുക്കുള്ളൂ. ആർക്കെങ്കിലും അറിയണമെന്ന് എടുത്തിട്ട് കുറച്ചെടുത്ത് കൊടുക്കുക എന്നുള്ളത് ഗുരുവായൂരപ്പൻ്റെ ഒരു പണിയില്ല. നമ്മൾ ഓരോരുത്തർക്ക് എന്താ വേണ്ടത് അത് കൃത്യമായിട്ട് ഭഗവാൻ അറിയാതെ ഭഗവാൻ എടുത്തു തന്നിരിക്കും. അപ്പോൾ ദേവന്മാർ വിശ്വരൂപൻ്റെ അടുത്ത് ചെന്നിട്ട് ഞങ്ങൾക്ക് അങ്ങ് ഗുരുനാഥനായിട്ടിരിക്കണം പറഞ്ഞു. ആ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഞാൻ. ബൃഹസ്പതി വ്യാഴം ഈശ്വരൻ്റെ രൂപം അദ്ദേഹം സഭയിലേക്ക് വന്നപ്പോൾ ഇന്ദ്രൻ ശ്രദ്ധിച്ചില്ല. അതായത് ഈശ്വരൻ്റെ കൃപ വരുന്ന സമയത്ത് ഇന്ദ്രൻ കൈകളുടെ ദേവനാണ്. കൈകളുടെ പ്രധാന കർമ്മേന്ദ്രിയമാണ്. എന്തുകൊണ്ടാണ് ഇന്ദ്രൻ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാന കർമ്മേന്ദ്രിയ. കാരണം കാലില്ലെങ്കിലും കൈ വേണം. കൈയില്ലെങ്കിൽ ഭയങ്കര കഷ്ടമാണ്, വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ജീവിക്കാൻ. നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു കാണാവുന്ന സിമ്പിൾ ഈ കൈ കൊണ്ടാണ് ഞാനത് ചെയ്തതെന്നാണ് പറയുക അല്ലേ. ഈ കൈ കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് എന്ന് നമ്മൾ പറയും. നമ്മൾ എന്ത് പറയുമ്പോഴും ആക്ഷൻസ് കാണിക്കുന്നത് കൈ കൊണ്ടാണ്. കൈ കൊണ്ടാണ് നമ്മൾ നമ്മളെ പ്രകടിപ്പിക്കുന്നത്. കണ്ണും കൈയും, ജ്ഞാനേന്ദ്രിയങ്ങളിൽ കണ്ണും കർമ്മേന്ദ്രിയങ്ങളിൽ കൈയും കൊണ്ടാണ് നമ്മൾ നമ്മളെ മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുക. അപ്പം ഇന്ദ്രൻ കൈയാണ്, ഇന്ദ്രൻ മനസ്സുമാണ്. ഇന്ദ്രിയങ്ങളുടെ രാജാവായതുകൊണ്ട് ഇന്ദ്രൻ മനസ്സ്, അത് മറ്റൊരർത്ഥം. ഈ കൈയുടെ ദേവനായതുകൊണ്ട് കർമ്മത്തിൽ അഹങ്കാരം വരികയാണ്. ഞാൻ അമ്പലത്തിന് അത്ര ഡൊണേഷൻ കൊടുത്തു, ആ ഫ്ലെക്സ് അടുപ്പിച്ചത് ഞാനാ, ഇവിടുത്തെ പന്തലിട്ടത് ഞാനാ ഇവിടുത്തെ കമ്മിറ്റി പ്രസിഡന്റ്, ഞാൻ വന്നതിന് ശേഷമാണ് ഈ അമ്പലത്തിലൊക്കെ കല്ലിട്ടത്. എല്ലാ കല്ലിലും ആൾക്കാരുടെ പേര് എഴുതി വയ്ക്കും ആ സരസ്വതി ദേവിയെ ചവിട്ടി കിടക്കാൻ വേണ്ടിയിട്ട്. സരസ്വതി ദേവി അക്ഷരങ്ങളുള്ള പ്രദക്ഷിണ വഴിയിൽ ജന്മത്ത് നടക്കല്ലേ, ബുധൻ നശിച്ചു പോവും ജാതകത്തിൽ. മഹാപാപം ചെയ്യിച്ചവർക്ക് കിട്ടുന്നുണ്ട് വേറെ ആ അക്ഷരം അവിടെ എഴുതിയിട്ട്. പണ്ടൊക്കെ ഒരു ന്യൂസ് പേപ്പർ കാലിൽ തട്ടിയാൽ നമ്മൾ അറിയാണ്ട് ആ സംസ്കാരം നമ്മുടെ ഇവിടെ ഡൊണേറ്റഡ് ബൈ ഇന്നയാളെ ഫാമിലി, ഇന്നയാളുടെ അമ്മയുടെ താവഴി എന്നൊക്കെ എഴുതി വയ്ക്കും. അപ്പോൾ ആ മൊത്തം ആൾക്കാർക്ക് ഇട്ടാ പണി. ചവിട്ടണവനും പണി, കല്ലിടിച്ചവനും പണി, കല്ല് കൊടുത്തവർക്കും പണി. മഹാപകടമാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ബൃഹസ്പതി എന്ന് പറയുന്ന ഈശ്വരകൃപ സഭയിലേക്ക് വരുമ്പോൾ കർമ്മത്തിൽ അഹങ്കരിച്ചിരിക്കുന്ന നമ്മൾ ഈശ്വരനെ ഗൗനിക്കുന്നില്ല. അതുകൊണ്ട് എന്തുണ്ടായി? ഐശ്വര്യക്ഷയുണ്ടായി. ഈശ്വരൻ്റെ രൂപമാണ് ഗുരു ഇറങ്ങിപ്പോയി. വേറെ മാർഗമില്ല. ഗുരുവിനെ കണ്ടുപിടിച്ചേ പറ്റും. എവിടുന്നാ ഗുരുവിനെ പിന്നെ കിട്ടുക? വീണ്ടും പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം, വിശ്വരൂപത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അതാണ് വിശ്വരൂപൻ എന്ന് പേര്. പക്ഷെ അച്ഛൻ ഋഷിയും അമ്മ അസുരസ്ത്രീയാണ്. പ്രപഞ്ചം ഇത് രണ്ടിൻ്റെയും മിക്സാണ്. പ്രപഞ്ചത്തിൽ ഭഗവാൻ മാത്രം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ സെമറ്റിക് മതങ്ങളിൽ മറ്റ് മതങ്ങളുടെ പേര് ഒരു കറുത്ത പിശാചും ഒരു വെളുത്ത ദൈവവും ഇല്ല. നമുക്ക് എല്ലാം ഭഗവാനാണ്. പിശാചാവട്ടെ, ഭൂതാവട്ടെ, ദേവനാവട്ടെ, എന്തുമാവട്ടെ, അതാണ് നമ്മുടെ ധർമ്മത്തിൻ്റെ ഭംഗി. നമുക്കൊരു ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത മാതിരി കൃഷ്ണനെ മാത്രം പ്രാർത്ഥിക്കൂ, ബാക്കിയൊക്കെ പിശാചാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ രക്ഷപ്പെടില്ല. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. തിരുനക്കര ക്ഷേത്രത്തിൽ ഒരു കുടുംബ സുഹൃത്തിനെയും കൊണ്ട് ഫാമിലിയും കൊണ്ട് പോയ ഒരാൾ, ഞാൻ മുതുവറ ശിവക്ഷേത്രത്തിൽ ശിവപുരാണം കഥാകഥനം നടത്തുമ്പോൾ എനിക്കൊരു മെസ്സേജ് അയച്ചു. 8.5 മണിക്കൂറാണ് പ്രഭാഷണം. അപ്പോൾ രാത്രി വന്നിട്ട് ആ മെസ്സേജ് നോക്കുക. സാർ ഇത് നാളെയെങ്കിലും പറയണം, ലാസ്റ്റ് ദിവസത്തിന് മുന്നേറ്റാണ്. ഫാമിലിയും കൊണ്ട് പോയതാത്രേ. 7 വയസ്സുള്ളൊരു മോൻ ശിവൻ്റെ ശ്രീകോവിലിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് നടക്കണമെന്ന്. അപ്പോൾ അവനോട് ചോദിച്ചു അത്രേ, എന്താ മോനെ തൊഴാത്ത ഭഗവാനെ ചോദിച്ചപ്പോൾ, നോ അങ്കിൾ, ദേ ടോട്ട് മീ ദാറ്റ് ശിവ ഈസ് എ ഡീമൺ എന്ന്. ഭഗവാൻ പൈശാചാണെന്ന് പഠിപ്പിച്ചു. അവനൊരു ഗീതാ ക്ലാസ്സിൽ പോകുന്നുണ്ട്. ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ആരാ പഠിപ്പിച്ചിട്ടുണ്ടാവുമെന്ന്. മറ്റൊരു സ്ഥലത്ത് ആലുവ തന്ത്രവിദ്യാപീഠത്തിൽ മാധവജി അനുസ്മരണത്തിൻ്റെ ഉദ്ഘാടകനായി പോയി. അഴകത്ത് തിരുമേനി വിളിച്ചിട്ടാണ് ഞാൻ പോയത്. എൻ്റെ നിർഭാഗ്യം കൊണ്ട് ആ പ്രോഗ്രാമിന് 3 ദിവസം മുമ്പ് അഴകത്ത് തിരുമേനി സ്വർഗസ്ഥനായി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ അനുസ്മരണം ചെയ്യേണ്ട ഒരവസ്ഥ വന്നു എനിക്ക്. പക്ഷെ ഞാൻ അന്ന് അവിടെ ചെന്നിട്ട് പറഞ്ഞു, സിസ്റ്റത്തിൻ്റെ പുറത്തുനിന്ന് ധർമ്മത്തിനെ നശിപ്പിക്കണവരെക്കാട്ടിൽ ശ്രദ്ധിക്കേണ്ടത് സിസ്റ്റത്തിൻ്റെ അകത്ത് കയറിയിട്ട് ഇതൊരു ഒറ്റക്കല്ലിൽ കൊത്തിയ സാധനമാണ്. നമ്മളൊക്കെ പ്രകൃതി ഉപാസിച്ചവരാണ്. പെറ്റ അമ്മ വേണ്ട,
കുലദേവത വേണ്ട, പിതൃകർമ്മം ചെയ്യണ്ട. ആലോചിച്ച് നോക്കൂ, അടിത്തറ ഇളക്കി കളയുക. സത്യ ഭഗവാൻ പറഞ്ഞതാ, മണിയടി കേട്ടു, അടിത്തറ ഇളക്കി കളയും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഗുരുവായൂരപ്പൻ പോലും ചെയ്യുന്നില്ല. ഭഗവാൻ അനുഗ്രഹം എപ്പോഴാണ് ചൊരിയാന്ന് വെച്ചാൽ നമ്മുടെ ദേശത്തെ ക്ഷേത്രം, ആ ഗ്രാമത്തിലെ ദേവൻ, നമ്മൾ ജനിച്ചു വളർന്ന വീട്ടിലെ ദേവത, പരദേവത, നമ്മുടെ ധർമ്മദേവത, പിതൃക്കൾ, കേരളത്തിൻ്റെ വിശേഷ സാഹചര്യത്തിൽ സർപ്പങ്ങൾ, ഇവരെയൊക്കെ ആരാധിച്ചതിന് ശേഷം മാത്രം എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞൊരു ഭഗവാനാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശിവനെ നിന്ദിക്കരുത്, ദേവിയെ നിന്ദിക്കരുത്, ഒരു കീർത്തനത്തിൽ പോലും അതിൻ്റെ ഛായ വരരുത്. ഭട്ടതിരിക്കൊക്കെ ശരിക്കും കിട്ടിയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ നീ കേൾക്കുന്ന നാരായണീയം ഉണ്ടായത് ഭട്ടതിരിയെ ഭഗവാൻ അങ്ങനിട്ട് അരച്ചിട്ടാണ് അരകല്ലിൽ. അതിന് കാരണം എന്താ അറിയും? ശിവനിന്ദ. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് കളി നടക്കില്ല. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, ദേവിയുടെ പീഠത്തിൽ വിഷ്ണുവിൻ്റെ ശരീരത്തിൽ ശിവൻ്റെ ആത്മാവാണ് ഗുരുവായൂരപ്പൻ. വളരെ സൂക്ഷിച്ചിട്ട് വേണം ആ ചൈതന്യത്തിൻ്റെ അടുത്ത്, പ്രത്യേകിച്ച് ഭഗവാന്റെ പേരുപയോഗിച്ചിട്ട് ഈ നിന്ദകൾ ചെയ്യുമ്പോൾ. അത്തരം പ്രവണതകളിൽ നിന്ന് പോലുള്ള യഥാർത്ഥ കവചമാണ് നാരായണ കവചം. അപ്പം ഞാൻ പറഞ്ഞു, ഈശ്വരനാകുന്ന ഗുരുവിനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ബോധം വരും, അയ്യോ എൻ്റെ യശസ് പോയി, അപ്പോൾ അഹങ്കാരം ഒന്ന് കുറഞ്ഞു. അപ്പോൾ വേഗം എന്തായി, വീണ്ടും നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങുകയാണ്. പക്ഷെ പ്രകൃതി നമ്മൾ കരുതുന്ന മാതിരി ഫുൾ പോസിറ്റീവല്ല. അമ്മ അസുര സ്ത്രീയാണെന്നാണ് പറയണത്, ത്വഷ്ടാവ് അച്ഛൻ. ത്വഷ്ടാവ് എന്ന് പറഞ്ഞാൽ ദ്വാദശാദിത്യന്മാരിൽ 12 ആദിത്യന്മാരിൽ ഒരാളാണ് ശരിക്കും വേദത്തിൽ. അപ്പോൾ സൂര്യനാണ് അച്ഛൻ, അമ്മ പ്രകൃതിയാണ്. അതിൽ നിന്നുണ്ടാവുന്ന പ്രപഞ്ചം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണപ്പെട്ട ഈശ്വരൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനാണ്. നിങ്ങൾക്ക് ഏത് ഇഷ്ടദേവൻ, അത് സാക്ഷാൽ പരബ്രഹ്മം തുടങ്ങിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ നാടൻ ദേവതകളായിട്ടുള്ള ഏത് ദേവതയെ വരെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടദേവനെ നിങ്ങൾക്ക് സൂര്യമണ്ഡലത്തിൽ ഉപാസിക്കാം. അതിശക്തമായിട്ടുള്ള ഉപാസനാശക്തി വരും നിങ്ങൾക്ക് സൂര്യമണ്ഡലത്തിൽ ഭഗവാന്മാരെ ഉപാസിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദേവിയെ ഉപാസിച്ചാൽ. കാരണം ഇത് മുഴുവൻ അവിടെയുണ്ട്. നമ്മളൊക്കെ സൂര്യൻ്റെ അംശങ്ങളാണ്. ഏതോ ഒരു കാലത്ത് ഭൂമി അതിൽ നിന്ന് വന്നതല്ലേ, അതിൽ നിന്നുണ്ടായതല്ലേ നമ്മുടെ ഈ ശരീരം. നമ്മളൊക്കെ സൂര്യൻ്റെ അംശങ്ങളല്ലേ ശരിക്കും. ഈ സൂര്യൻ പ്രപഞ്ചത്തിലെ ഏതോ ഒരു മഹാശക്തി എന്ന് വന്നതല്ലേ. അപ്പോൾ ആ മഹാശക്തി തന്നെയല്ലേ നമ്മൾ. എത്ര എളുപ്പമല്ലേ നമ്മൾ ബ്രഹ്മാണെന്ന് ധ്യാനിക്കാൻ. ആർക്കെങ്കിലും ലഡ്ഡു പൊട്ടിയോ തലയിൽ? ഇത് ചിന്തിച്ചാൽ മതി. രാവിലെ സൂര്യനെ നോക്കുക. സൂര്യൻ പണ്ട് തിളച്ച് മറിഞ്ഞ് പൊട്ടിത്തെറിച്ച് വന്നൊരു കഷ്ണമാണ് ഭൂമി. ആ ഭൂമിയിൽ നിന്നുണ്ടായ അന്നത്തു നിന്നുണ്ടായതാണ് നമ്മൾ. അപ്പം നമ്മൾ സൂര്യനല്ലേ. ഇനി ആലോചിക്കുക, വീണ്ടും പോയിട്ട് സൂര്യൻ എവിടെ നിന്ന് വന്നു? ഏതോ പ്രപഞ്ചനാഭിയിൽ നിന്ന് പൊട്ടിത്തെറിച്ച് വന്നാണ്. മഹാവിഷ്ണുവിൻ്റെ ആ നാഭിയിൽ നിന്ന് പൊട്ടിത്തെറിച്ച് വന്നാണ്. ആകാശകങ്ങൾ, എത്രയോ ആകാശകങ്ങൾ അങ്ങനെയുണ്ട്. അതിലും ഇതിലും നമ്മളൊക്കെ സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വി ആർ ഓൾ സ്റ്റെല്ലാർ മെറ്റീരിയൽ. നക്ഷത്രങ്ങളാണ് നമ്മളൊക്കെ. എന്തിലുള്ള തന്നെയാണ് നമ്മളിലുള്ളത്, നമുക്ക് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. നമ്മൾ മോക്ഷത്തെ തെറ്റായി വ്യാഖ്യാനിക്കണം. എല്ലാം പൊട്ടിച്ചെറിഞ്ഞിട്ട് എനിക്ക് പോകണം, എല്ലാം ഇട്ടെറിഞ്ഞ് പോകണം. അത് എസ്കേപ്പിസ്റ്റാണ്, ഓടി രക്ഷപ്പെടുക ചെയ്യുന്നത്. അതല്ല മോക്ഷം. നമ്മൾ ജന്മനാ സ്വതന്ത്രരാണെന്ന് തിരിച്ചറിയലാണ് മോക്ഷം, അല്ലാണ്ട് പൊട്ടിച്ചിട്ട് പോകണമല്ല. നമ്മൾക്ക് നിന്ന് സ്വാതന്ത്ര്യം കിട്ടാനൊന്നുമില്ല. തോന്നുക നമ്മൾ ഓൾറെഡി സ്വതന്ത്രരാണ്. നമുക്ക് തോന്നി നമ്മൾ കുടുങ്ങിയത്, ആ തോന്നൽ മാറ്റുക എന്നുള്ളതാണ്. അതിനാണ് നാരായണ കവചം. ഞാനിത് വീണ്ടും വീണ്ടും അടിച്ചുറപ്പിക്കണം അതിനാണ്. കാരണം നിങ്ങളിനി പോയിട്ട് വൈകുന്നേരം പോയിട്ട് വായിക്കണം, അല്ലെങ്കിൽ രാവിലെ വായിക്കണം നാളെ. ആ വായിക്കുമ്പോൾ ഭാഗവതം മൊത്തം അങ്ങനെ എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു കണ്ണിൽ കാണാൻ പറ്റും. വാസ്തവത്തിൽ ഭാഗവതത്തിനെ നിങ്ങളൊരു പ്രാക്ടിക്കൽ മാനുവലാക്കിയാൽ, ഒരു യൂസർ മാനുവൽ ഭാഗവതത്തിന് വേണമെന്ന് പറയുന്നത്. ഭാഗവതം മുഴുവൻ കഥയാണ്. അയ്യോ ഇതിനെ എങ്ങനെ ജീവിതത്തിൽ പകർത്തണം എന്നറിയില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആ നാരായണവചം എടുത്തു കൊടുത്താൽ മതി. ഇതാണ് ഭാഗവതത്തിൻ്റെ ചാറാണ്. ഇത് ദിവസം രാവിലെ 2 ടീസ്പൂൺ വെച്ച് കുടിക്കുക, ഓട്ടോമാറ്റിക്കലി ഒക്കെ സെറ്റാവും. അതിനാണ് നാമോപാസനയ്ക്ക് മഹാഭാരതത്തിൽ വിഷ്ണു സഹസ്രനാമമുണ്ട്. നാരായണ കവചം വിശ്വരൂപൻ്റെ അടുത്തുനിന്ന് കിട്ടിയെന്നാണ് പറയുന്നത്. പ്രപഞ്ചത്തു നിന്ന് അത് കിട്ടിയിരിക്കും. വിശ്വമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇന്ദ്രന്. അവർ പറയും, ഞങ്ങൾ ശത്രുക്കളാൽ പീഡിതരാണ്, ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള അവിടുന്ന് ബ്രാഹ്മണനായതുകൊണ്ട്, ബ്രഹ്മത്തിൽ ചരിക്കുന്നവനായതുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ ഗുരു തന്നെയാണ്. കാരണം പ്രകൃതിക്ക് സഹജമായിട്ടുള്ള ബ്രഹ്മബോധമുണ്ട്. പ്രകൃതി പുരുഷൻ എന്നാണ് നമ്മൾ പറയുക. സഹജമായിട്ട് ബ്രഹ്മബോധം നമുക്കൊക്കെ ഉണ്ട്, പക്ഷിമൃഗാദികൾക്ക് പോലും ഉണ്ട്. നമുക്കത് വിശേഷാലുണ്ട്. പക്ഷെ നമ്മൾ അതിനെ അക്നോളജി ഇല്ല, നമ്മൾ സമ്മതിച്ചു കൊടുക്കില്ല. കാരണം നമുക്ക് പേടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ശിവനെ അധികം പൂജിക്കാത്തത്. വീട്ടിൽ ശിവലിംഗം വെക്കരുത് എന്നൊക്കെ പറയുമ്പോണ്ട്. കാരണം എന്താ വെച്ചാൽ മൂപ്പര് സ്ട്രെയിറ്റ് അങ്ങോട്ട് വിളിച്ചോളയും. ഭഗവാന്റെ അടുത്ത് ഭഗവാനെ എന്നെ രക്ഷിക്കണേ, എനിക്ക് മടുത്തു എന്ന് പറഞ്ഞാൽ എന്തിനാ നീ കഷ്ടപ്പെടണം, ഇങ്ങോട്ട് പോകുന്നുള്ളൂ എന്ന് പറയും. അപ്പോൾ അത് വിളിക്കാനല്ലല്ലോ ഞാൻ പറഞ്ഞത് എന്നാണ് പറയുക. പുള്ളിക്ക് അതേ അറിയുള്ളൂ. അദ്ദേഹം
വരദാതാവാകുന്നത് അമ്മ അടുത്തിരിക്കുമ്പോൾ മാത്രമാണ്. കാരണം അമ്മ പ്രകൃതിയാണ്. അമ്മ പറയേ ഇപ്പോൾ വിളിക്കണ്ട, കുറച്ചു കാലം കൂടെയൊക്കെ എൻ്റെ ശരീരത്തിൽ ഇരിക്കട്ടെ എന്നിട്ട് വന്നാൽ മതി. കാരണം ശരീരിച്ച അമ്മയാണ്. ഭഗവാൻ വെട്ടൊന്ന് തുണ്ടൻ രണ്ടിൻ്റെ ആളാണ്. നേരെ നമ്മളെ രക്ഷിച്ചെടുക്കുക ചെയ്യണം ചക്രത്തിൽ നിന്ന്. പക്ഷെ സ്ഥിതികാരകനാണ് നാരായണൻ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ നിർത്തി അദ്ദേഹത്തിൻ്റെ ജോലി നിലനിർത്തുക എന്നുള്ളതാണ്. നിർത്തി ശുദ്ധാക്കും. അതുകൊണ്ടാണ് വില്ലുമംഗലത്തിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു, എന്തിനാ വയറുവേദന മാറ്റാൻ പോയത്, 3 ജന്മം ഇനിയും ജനിക്കേണ്ടി വരില്ലേ ചോദിച്ചാൽ അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ബ്രഹ്മത്തിൽ ചരിക്കണവനായതുകൊണ്ട് ഗുരുവാക്കണം എന്ന് പറയും. ശത്രുക്കളെ ജയിക്കാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു. ഇതിനെ നമ്മൾ വേദാർത്ഥത്തിലെടുത്താൽ 33 കോടി ദേവന്മാരെ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ 33 കോടി കോശങ്ങൾ തന്നെയാണ്. ഈ കോശങ്ങളിൽ ഒരാൾ നമുക്കെതിരെ തിരിഞ്ഞാൽ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ, ശരീരം ശത്രുവായി. ആ കോശങ്ങളെ നശിപ്പിക്കുന്നത് മനോവിചാരങ്ങളാണ്. 99% രോഗങ്ങളുടെയും കാരണം നമ്മുടെ ബുദ്ധിയിലും മനസ്സിലും ഉണ്ടാകുന്ന മാലിന്യം. ഭക്ഷണം ദഹിക്കാത്തത്, ശോധനയില്ലാത്തത്, ആർത്രൈറ്റിസ്, പൈൽസ്, ഫിസ്റ്റുല, ഈ വെരിക്കോസ് വെയിൻ, ക്യാൻസർ, ഇതിൻ്റെ ഒക്കെ മൂലം ഒന്നാണെന്ന് നിർമ്മലാനന്ദ സ്വാമി പറയും. ദഹിക്കാത്ത ചിന്തയും ദഹിക്കാത്ത ഭക്ഷണം. നമ്മൾ ദഹിക്കാത്ത ചിന്തയുള്ള ആൾക്കാരാണ്. അപ്പോൾ ദിവസം ഫേസ്ബുക്ക് കൂടെയും വാട്സപ്പിൽ കൂടെയൊക്കെ എത്ര എടുത്തുകൊണ്ടിരിക്കുന്ന അകത്തേക്ക്. പിന്നെ വൈകുന്നേരത്തെ ന്യൂസ് ചർച്ച ബെസ്റ്റ് സാധനമാണ്, ഏറ്റവും നല്ല സാധനം. ഓരോ കുടുംബ വിളക്കാണ്. പിന്നെ സീരിയൽ ഏറ്റവും നല്ല സാധനമാണ് എല്ലാ വീടുകളിലും. കേരളത്തിൻ്റെ മഹിമയുടെ പ്രധാന കാരണം ഈ 2 കാര്യങ്ങളാണ്. അപ്പോൾ ഈ വിഷം നിറച്ച് 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 കൊണ്ടുവരുന്ന വിഷത്തിനെ നശിപ്പിച്ച് കളയണം. ഈ വിഷം എങ്ങനെ നശിപ്പിക്കുന്നതാണ് ചോദിക്കുന്നത്. ഞങ്ങളുടെ കോശങ്ങളിൽ, ഞങ്ങളിൽ വിഷം നിറയണം. ഇത് നശിപ്പിക്കാൻ ഒരു മാർഗം പറഞ്ഞു തരണം. ഔഷധ രൂപേണ വേണം. പക്ഷെ അതെങ്ങനെ? മനസ്സിനും വേണം, ബുദ്ധിക്കും വേണം. അങ്ങനെ കിട്ടണം. മനോബുദ്ധി അഹങ്കാര ചിത്തസ്വരൂപമായിട്ടുള്ള നമ്മൾ ഇതെല്ലാം അടക്കി, രമണ മഹർഷി പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ഉദിച്ചൈന്യാജി അത് ഇവിടെ പറഞ്ഞു. ധ്യാനത്തിൻ്റെ നിർവചനം, മനസ്സ് എവിടെ നിന്നാണോ ചിന്തകൾ ഉദിക്കുന്നത് അവിടെ തന്നെ ചിന്തകളെ അടക്കലാണ് ധ്യാനം എന്ന് രമണ മഹർഷി പറഞ്ഞിട്ടുണ്ട്. ആ അവസ്ഥയിലാണ് നമുക്ക് ശാന്തി ലഭിക്കുക. അതിന് മരിക്കണമെന്നൊന്നുമില്ല. മോക്ഷം കിട്ടാൻ മരിക്കേണ്ട ഒരാവശ്യമില്ല. സുഖമായിട്ട് നല്ല 1-ാം തരം കാറൊക്കെ ഓടിച്ച് നല്ല വീട്ടിലിരുന്ന് അമേരിക്കയിലോ എവിടെ വെച്ചാൽ മക്കളുടെ കൂടെയൊക്കെ പോയി ജീവിച്ച് ഇടയ്ക്ക് ഗുരുവായൂരൊക്കെ ഒന്ന് തൊഴുത്, അമ്പലങ്ങളിലൊക്കെ ഒന്ന് തൊഴുത്, ടൂറൊക്കെ പോയി സ്വിറ്റ്സർലാൻഡിൽ പോവുക, ഇനി മണാലി പോവുക, എവിടെ വെച്ചാൽ അകത്ത് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ജീവൻ മുക്തനാണ്. അർജുനൻ്റെ അടുത്ത് ഭഗവാൻ തന്നെ സർട്ടിഫൈ ചെയ്ത് പറഞ്ഞു. ഒരുത്തൻ്റെ ഡ്രസ്സ്, അവൻ കഴിക്കണ ഭക്ഷണം, ഇതൊന്നും നോക്കിയിട്ട് അവൻ യോഗിയാണോ അല്ലയോ എന്നൊന്നും വിലയിരുത്താൻ പോരുത്. യഥാർത്ഥ യോഗി എന്ന് പറഞ്ഞാൽ എന്നിൽ മനസ്സുറച്ചവൻ. മതി ഭഗവാനെ, സമ്മതിച്ചു, ഉറപ്പായി. വീണ്ടും വീണ്ടും ചങ്ക് വിളിച്ച് ഉറപ്പിക്കുക. അതെ അതെ ഞാൻ പറഞ്ഞാണ്. നമ്മളെപ്പോഴും ഭഗവാൻ അവിടെ ഉണ്ട് എന്നുള്ള ബോധം ഉണ്ടാവണം നമ്മളിത് കേൾക്കുമ്പോൾ. അതിനാണ് ഞാനിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണത്. അദ്ദേഹം ഇവിടെയൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ കളിച്ച് കിടക്കുന്നുണ്ട്. ഇടയ്ക്ക് നമ്മൾ അബദ്ധം പറഞ്ഞാൽ അവിടെ എവിടെന്നെങ്കിലും ഒന്ന് തലപ്പൊക്കെ വെക്കും. എന്താ പറഞ്ഞത് ചോദിക്കും. അപ്പോൾ വിശ്വരൂപൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം തന്നെ ഇതാണ്. ഞങ്ങളെ ബാധിക്കുന്ന ഈ മാലിന്യങ്ങളെ തടയാൻ, മാലിന്യം കളയും വേണം, തടയും വേണം പുതിയത് വരുന്നതെന്ന്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏത് ഗുരുനാഥനും, അത് പ്രകൃതി പോലും നമ്മൾ ചോദിച്ച ഉടനെ എടുത്തു തരില്ല. കാരണം ഒരു ഗുരു ഒരു ശിഷ്യനെ സ്വീകരിക്കുമ്പോൾ അവൻ്റെ കർമ്മഫലത്തെ കൂടെ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചുമ്മാ പോയിട്ട് ഏതെങ്കിലുമൊക്കെ ആചാര്യന്മാരെ കാണുമ്പോൾ പോയിട്ട് എനിക്ക് ഉപദേശം തരുമോ എന്ന് ആദ്യമേ കയറി ചോദിക്കരുത്. ആദ്യം സമാന്യാസം എന്ന് പറയും. അത് ഈ സാധനാചതുഷ്ടയത്തിൽ വരുന്നതാണ്. ശ്രവണ മനന നിധിധ്യാസനം മാത്രമേ എല്ലാവരും പറയാറുള്ളൂ. അതിന് മുമ്പ് സമന്യാസം എന്നും പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. നമുക്കിതിനുള്ള അർഹത ഉണ്ടാക്കിയെടുക്കണം. സെൽഫ് ട്രെയിനിങ് കൊണ്ട് വിവേകം, വൈരാഗ്യം, ഷൽസമ്പത്ത്, മോക്ഷം കിട്ടാനുള്ള ആഗ്രഹം, ഇത് 4ആണ് സാധനാചതുഷ്ടയം. അതൊന്നും ഇപ്പം പറയേണ്ടതല്ല. ഇതൊക്കെ നമ്മൾ വളർത്തിയെടുത്ത് നമുക്ക് ഒരു ഉറപ്പ് വരണം. ശരി, ഇനി എനിക്കൊരു ഗുരുവിനെ തേടാം. കാരണം വെൻ ദ റൈറ്റ് ഗുരു കംസ് യു ഷുഡ് ബി റെഡി. നിങ്ങൾ റെഡി ആയിട്ടുണ്ടാവണം. മറ്റേത് വന്നിട്ട് എന്നാൽ അടുക്ക് നമുക്ക് തുടങ്ങാൻ പറയുമ്പോൾ അയ്യോ എനിക്ക് കാല് വളയില്ല, എനിക്ക് മുട്ടിന് പ്രശ്നമാണ്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിപ്പോൾ വീട്ടിലൊരു മരണം കഴിഞ്ഞിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ ഇന്നാൾ ലോട്ടറി ടിക്കറ്റ് അടിച്ചു പക്ഷെ കളഞ്ഞുപോയി, ഇങ്ങനെയൊക്കെ പറയുന്ന മാതിരിയുള്ള എക്സ്ക്യൂസ് ഗുരുനാഥൻ വരുമ്പോൾ പറഞ്ഞ അപകടം. അപ്പം നമ്മൾ തയ്യാറായിട്ടിരിക്കുക എന്നുള്ളതാണ്. ആ തയ്യാറെടുപ്പ് വരാതെ പോകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ ഗുരുനാഥന്മാർ പലർക്കും അവർ കഷ്ടപ്പെട്ട് ജന്മങ്ങളായിട്ട് നേടിയിട്ടുള്ളതാണ് ബ്രഹ്മതേജസ്. അവരുടെ ബ്രഹ്മതേജസ് എടുത്തിട്ട് നിങ്ങൾക്ക് തരികയാണ്.
ഇപ്പം മറ്റൊരു മതത്തിൽ പറയണില്ലേ നിങ്ങളുടെ പാപങ്ങളെ എനിക്ക് തരുമെന്ന്, അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണ്. നമ്മുടെ കർമ്മഫലങ്ങൾ അയ്യപ്പസ്വാമി എല്ലാ വർഷവും സീസണിൽ ഇരുന്ന് ചെയ്യണത് അതാണ്. നിങ്ങൾ തലയിൽ കൊണ്ട് ഒഴിക്കണം നെയ്യ് നിങ്ങളുടെ കർമ്മഫല. അദ്ദേഹം തപസ്സുകൊണ്ട് കത്തിക്കുകയാണ്, അല്ലാണ്ട് നെയ്യഭിഷേക പ്രിയനെയൊന്നും വിളിക്കണ്ട, പാപം പൊള്ളുകയാണ്. നിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ളതാണ്. നിങ്ങളെച്ചാൽ ഞാനടക്കം, ഞാനിവിടെ നിങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ നമ്മളെല്ലാവരും ചേർത്തിട്ടതാണ്. അതുകൊണ്ട് ഉള്ളത് ഒരു മുദ്ര നന്നായി നിറച്ചുകൊണ്ട് പോകാൻ പറയുന്നത്. അയൽ വീട്ടിലെ പയ്യൻ ശബരിമലയ്ക്ക് പോകേണ്ടവർ പറഞ്ഞ് ഇവിടുന്ന് പെണ്ണുങ്ങൾ പോയിട്ട് നിറയ്ക്കരുത്. വീട്ടിൽ തണ്ടും തടിയുള്ള ആണുങ്ങളുണ്ടെങ്കിൽ അവർ പോകണം, ഇല്ലെങ്കിൽ കർമ്മഫലം കൂടുകയുള്ളൂ. ഇത് ഞാനിപ്പോൾ ഇന്നാളുകൂടെ ഞാൻ ശാസ്താവും അയ്യപ്പനും ഒരു സ്ഥലത്ത് അത് തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞപ്പോൾ ഞാൻ വിസ്തരിച്ച് പറഞ്ഞു അതിൻ്റെ കാരണങ്ങൾ എന്താ. ഇപ്പോൾ ഇത്തരം പ്രവണതകൾ, അനാചാരങ്ങൾ, അബദ്ധധാരണകൾ ആധ്യാത്മികമായിട്ട് മാത്രം നമുക്ക് ഫോക്കസ് ചെയ്ത് പോകാം. ജീവിതത്തിൽ നിന്ന് എന്തായാലും നാരായണ കവചം രക്ഷിക്കും. പക്ഷെ അതിലും വലിയ അപകടമാണ് ആധ്യാത്മികതയുടെ പാതയിൽ ഇറങ്ങിയിട്ട് കാട്ടിക്കൂട്ടുന്ന കെട്ടുകാഴ്ചകളും അപകടങ്ങളും അബദ്ധങ്ങളും. അതിന്നും കൂടെ രക്ഷയ്ക്കാണ് നാരായണ കവചം. അതുകൊണ്ടാണിത് ഭാഗവതത്തിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി വെച്ചത്. അപ്പോൾ ഇദ്ദേഹം പറയുക, എൻ്റെ പൗരോഹിത്യം എടുത്തു ഒരുത്തൻ്റെ ആചാര്യനായി പൂജ കഴിക്കാൻ പോയി ഉള്ള ബ്രഹ്മതേജസ് നശിക്കും, ഞാൻ അതുകൊണ്ട് പോകാറില്ല. പക്ഷെ നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സങ്കടം വരുന്നു. പ്രകൃതി അങ്ങനെയാണ്. നമ്മൾ മനസ്സ് ചുട്ട് പറയുമ്പോൾ അമ്മ ആദ്യം ഒന്ന് വിട്ടു നിന്നാൽ അമ്മ പറയും എൻ്റെ മക്കളല്ലേ ഞാൻ വരാം. അങ്ങനെയാണ് വിശ്വരൂപം വരണത്. ശരിക്കും വിശ്വരൂപം വരണം, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഗുരുസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഈ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ ആസുരീ പ്രകൃതിയുടെ ശക്തി വർദ്ധിക്കുമ്പോൾ, ദുഷ്ടശക്തികളുടെ പ്രകൃതി ശക്തി വർദ്ധിക്കുമ്പോൾ അതിനെ മാറ്റാനായിട്ട് ഋഷിമാരൊരു വാക്ക് പറഞ്ഞു, വിശ്വഭാവന ചെയ്യുക. വിശ്വഭാവന ചെയ്യുക. എന്താ വിശ്വഭാവന? കാണായ പ്രപഞ്ചത്തിലൊക്കെ നാരായണ കവചം ആവശ്യമുള്ള ആൾക്കാരാണ്. കാണായ പ്രപഞ്ചത്തിലൊക്കെ വിശ്വത്തെ മുഴുവൻ ബ്രഹ്മമയമായിട്ട് കാണുക എന്നുള്ളതാണ്. നമ്മളൊക്കെ വെറുതെ വിഷ്ണു സഹസ്രനാമം ചൊല്ലും. ആദ്യം പറയണ ബ്രഹ്മവാചി ശബ്ദമാണ് അല്ലേ, ഓം. രണ്ടാമത് പറയണ എന്താ, വിശ്വം. വിടർത്തി കൊണ്ടിരുന്നു. വിഷ്ണു എല്ലായിടത്തും വ്യാപിച്ചു. വഷട്ട് എന്ന് പറഞ്ഞാൽ യജ്ഞത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട ക്രിയയുടെ അവസാനത്തിൽ മന്ത്രം അവസാനിക്കുമ്പോൾ ചെല്ലേണ്ട ശബ്ദമാണ്. കർമ്മം, ഭൂത, പഞ്ചഭൂതങ്ങളായി ഭവ്യഭവത്പ്രഭു. അത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയാണ് ആദ്യത്തെ നാമങ്ങളിൽ വരണത്. ഓം എന്ന് പറയണ നിരാകാരത്തുനിന്ന് സകലമായിട്ടുള്ള പ്രപഞ്ചം ഉണ്ടായി വരുന്നത് പറയുമ്പോൾ രണ്ടാമത് വരുന്ന വാക്കാണ് ശരിക്കും വിശ്വം. ആ വിശ്വഭാവന ചെയ്യാനാണ് പറയണത്. ഇപ്പോൾ ശാന്തി ചെയ്യുന്ന അദ്ദേഹം അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ വൃത്തിയായിട്ട് പറഞ്ഞു തരും. നാരായണൻ്റെ ഉപചാരമന്ത്രം, വിഷ്ണുവിൻ്റെ ഉപചാരമന്ത്രം ജിതന്തേ പുണ്ഡരീകാക്ഷ നമസ്തേ വിശ്വഭാവന. അത് കഴിഞ്ഞാൽ പറഞ്ഞ വാക്കാണ് സുബ്രഹ്മണ്യ എന്നാണ് പറഞ്ഞത്. അത് നമ്മൾ സുബ്രഹ്മണ്യ സ്വാമി എന്നല്ല അർത്ഥം. അവിടെ ബ്രഹ്മത്തെ നന്നായി അറിയുന്നവൻ, അല്ലെങ്കിൽ ബ്രഹ്മം തന്നെ ആയവൻ. സുബ്രഹ്മണ്യ നമസ്തേസ്തു എന്ന് പറഞ്ഞിട്ട് പറയാണ് നമ പുരുഷപൂർവജ, പുരുഷനും ജനിക്കുന്നതിന് മുമ്പേ ഉണ്ടായവനെ, മൂലബ്രഹ്മം. അങ്ങനെയാണ് നാരായണനെ വിളിക്കുന്നത്. അതാണ് ഈ വിശ്വഭാവന. ഈ വിശ്വഭാവന ചെയ്യാനാണ് പറയുന്നത്. ഈ വിശ്വഭാവന ചെയ്തു കഴിഞ്ഞാൽ ദൈവീ പ്രകൃതി വർദ്ധിക്കുകയും ആസുരീ പ്രകൃതി കുറയുകയും ചെയ്യും. പ്രകൃതിയിൽ രണ്ടുമുണ്ട്. നമുക്ക് ആസുരി പ്രകൃതിയെ വേണ്ട വയ്ക്കാൻ പറ്റില്ല, കുറയ്ക്കാനേ പറ്റൂ. ഞാൻ പറഞ്ഞില്ലേ, മറ്റ് സെമറ്റിക് മതങ്ങളിലുള്ള പോലെ നമുക്കതിനെ മുറിച്ച് കളയാൻ പറ്റില്ല. അപ്പോൾ അത് സ്ഥിരമാക്കി, ആ വിശ്വഭാവനയെ സ്ഥിരമാക്കി വെക്കുക എന്നുള്ളതാണ് ബ്രഹ്മനിഷ്ഠനായിട്ടിരിക്കുക. ഇപ്പോൾ ശേങ്കാളിപുര അനന്താവരീഷിയരൊക്കെ സുഖബ്രഹ്മർഷി എന്ന് പറയില്ല, ബ്രഹ്മനിഷ്ഠാൾ എന്നേ പറയുള്ളൂ തമിഴിൽ. ബ്രഹ്മനിഷ്ഠൻ ആ ഒറ്റ വാക്ക് പറഞ്ഞാൽ ലോകത്തിൽ എത്രയോ ബ്രഹ്മനിഷ്ഠന്മാരുണ്ട്. പക്ഷേ അത് സുഖബ്രഹ്മർഷിയാണ് പറയണത്. അതിൻ്റെ മുകളിലൊരു ബ്രഹ്മനിഷ്ഠനില്ല. ബ്രഹ്മനിഷ്ഠാൾ അപ്പടി സൊന്നാർ ഇപ്പടി സൊന്നാർ അങ്ങനെ അദ്ദേഹം പറയാം. അപ്പോൾ ബ്രഹ്മനിഷ്ഠൻ്റെ ഭാവമാണ് വിശ്വഭാവന. അതുകൊണ്ടാണ് പുത്രേന്ന് വിളിച്ചപ്പോൾ എന്താ അച്ഛാന്ന് പ്രപഞ്ചം മുഴുവൻ തിരിഞ്ഞെന്ന് ചോദിച്ചത്. ആ വിശ്വഭാവന വർക്ക് ചെയ്ത ആൾക്കേ ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പരീക്ഷിച്ച് ചോദിക്കുന്ന ചോദ്യത്തിന് ഈ കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതിൻ്റെ ഈ ഇന്ദ്രന് ഇങ്ങനെ വിശ്വരൂപൻ ഉപദേശിച്ചു കൊടുക്കുന്നതിൻ്റെ പൂർണ്ണരൂപം 6ാമത്തെ സ്കന്ധത്തിൽ. ഏതെങ്കിലും ഭയം ഉണ്ടാകുമ്പോൾ നാരായണ കവചത്തെ ധരിക്കണം. എന്താ ഭയം? ഞാൻ ഈ ശരീരം മാത്രമാണ് എന്നുള്ളതാണ് ഭയം. ഈ ശരീരം നശിക്കുമോ എന്നുള്ളതാണ് യഥാർത്ഥ ഭയം. ബാക്കി എല്ലാ നമുക്ക് അടിസ്ഥാനമായിട്ട് ഈ ശരീരത്തിലേക്ക് ഒറ്റ വികാരമേ ഉള്ളൂ, ഭയം. മരിക്കുമോ. അത് നമ്മൾ മറന്നിരിക്കുന്ന ഏതാനും നിമിഷമാണ് നമ്മൾ സന്തോഷം എന്ന് വിളിക്കുന്നത്. അതിൽ പലതരത്തിലുള്ള ഭയങ്ങളുണ്ട്. അപ്പുറത്തൊരുത്തൻ ജോലിയിൽ നമ്മളെക്കാട്ടിലും നന്നാവണം, എൻ്റെ നാശമാണ് ഞാനതിൽ കാണുന്നത്. അതിനെയാണ് നമ്മൾ അസൂയ എന്ന് പറയുന്നത്. ഒരുത്തൻ്റെ ഇരിക്കുന്നതിനെ തട്ടിയെടുക്കാൻ നോക്കുന്നത് എൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, എനിക്ക് മരിക്കാതിരിക്കുക. നേരത്തെ എല്ലാം മരണം. കാമം പോലും പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ട്. എൻ്റെ ശരീരം നശിച്ചാലും എൻ്റെ ശരീരം നിലനിൽക്കണം, എൻ്റെ ശരീരത്തിൽ നിന്നുണ്ടായ ശരീരങ്ങൾ. നമ്മുടെ ഈ ശരീരം
എത്രയോ തലമുറകളുടെ ശരീരമാണ് നമ്മുടെ ഈ ഓരോ ശരീരവും. അവർ മരിക്കരുതെന്ന് ആഗ്രഹിച്ചതിൻ്റെ ഫലമാണ് നമ്മളിന്ന് ജീവിച്ചിരിക്കണം അല്ലേ? നമ്മൾ ജീവിച്ചിരിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ മരിക്കരുതെന്ന് ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ മക്കൾ. നീ വേണം എൻ്റെ പാരമ്പര്യം കൊണ്ട് നടക്കാമെന്നല്ലേ നമ്മൾ പറയുന്നത് അല്ലേ? ശരിക്കും അതിൻ്റെ ബയോളജിക്കൽ സെൻസിൽ ഇതാണ് അർത്ഥം, പ്രകൃതിയിൽ ഇതാണ്. എനിക്ക് നാശം പാടില്ല, ഞാനൊരു അനുസ്യൂതമായ ഒഴുക്കായിരിക്കണം, ഇതാഗ്രഹിക്കണം. അപ്പോൾ ആദ്യം ആ ബോധം, ആ മരണഭയം വരുമ്പോൾ, എന്തുതരം ഭയവും വരുമ്പോൾ ശരീരത്തിലെ കോശങ്ങളിൽ അതിനനുസരിച്ച് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവും. അപ്പോഴാണ് ചില സെല്ലുകൾ നമുക്കെതിരെ തന്നെ തിരിയും. ഓക്സിജൻ അതിന് പറ്റാണ്ടാവും, അത് ഓക്സിജൻ സ്വീകരിക്കാതാവും, എന്നിട്ട് വിഷാംശങ്ങൾ പുറത്ത് വിടും. ഇതിനെ ക്യാൻസർ സെല്ല് എന്ന് പറയും. അതിൻ്റെ പുറത്ത് കട്ടിയുള്ള കവചം ഉണ്ടാവും. ഓക്സിജൻ തൊട്ടാൽ അത് അലിയും, പക്ഷെ ഓക്സിജൻ തട്ടാതിരിക്കാൻ അത് സ്വയം അതൊരു ദുഷിച്ച കവചം ഉണ്ടാക്കി വയ്ക്കും. അതിനെ അലിയിപ്പിക്കലാണ് മരുന്നുകൾ ചെയ്യുന്നത്, ആയുർവേദത്തിലൊക്കെ. ഇംഗ്ലീഷ് മെഡിസിൻ്റെ കാര്യമല്ല ഞാൻ. അപ്പോൾ നാരായണ കവചം ധരിക്കും. ആദ്യം കയ്യും കാലും കഴുകി ആചമനം ചെയ്യണം. ദർഭ കൊണ്ടുള്ള പവിത്രം ധരിച്ച് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ശ്വാസവും വാക്കിനെയും അടക്കിയിട്ട് പവിത്രതാപൂർവം അഷ്ടാക്ഷരി ചൊല്ലി ഓം നമോ നാരായണായ എന്ന് ചൊല്ലി ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള 12 അക്ഷരം ചൊല്ലിയിട്ട് അംഗന്യാസം കരന്യാസം ചെയ്യണം. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അംഗന്യാസം കരന്യാസം അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പം മഹർഷി പറയണ്ടേ എന്താണ് അതെന്നേ പറയാത്തുള്ളൂ. അതിനെ വിസ്തരിച്ചിട്ടില്ല. അത് അറിവുള്ളവൻ ഗുരു വേർതിരിച്ച് അർഹതയുള്ളവൻ കൊടുത്തോളും അദ്ദേഹത്തിന് അറിയാം. എന്നിട്ട് ഈ ഇന്ദ്രൻ കൈകളുടെ ദേവനായതുകൊണ്ട് കൈകൊണ്ട് നമ്മൾ കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നത് കൊണ്ട് ഈ വ്യവഹാരത്തിൻ്റെ ഒരു ശുദ്ധിക്ക് വേണ്ടിയിട്ട് കൈയിൻ്റെ ശുദ്ധിയും അംഗശുദ്ധി ആവശ്യമാണ്. അതിനാണ് കരന്യാസവും അംഗന്യാസവും ചെയ്യണം. നമ്മൾ വിചാരിക്കും എന്തിനാണ് കരന്യാസം ചെയ്യണം? അംഗങ്ങൾ മൊത്തം ചെയ്താൽ പോരെ? ഇതിനെ കൈക്ക് മാത്രമായിട്ട് പ്രത്യേകം വിരലുകൾക്കൊക്കെ കരന്യാസം എന്നുള്ളതിൻ്റെ സമാധാനമാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. കൈകൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഒരുതരം കൊടുക്കൽ വാങ്ങലുകളാണ്. കർമ്മം കൊടുക്കുന്നു, കർമ്മം വാങ്ങുന്നു, കർമ്മം കൊടുക്കുന്നു, കർമ്മം വാങ്ങുന്നു. ഇതിൻ്റെ ബാലൻസിലാണ് നമ്മൾ മരിക്കുന്നത്. അപ്പോൾ ആ ഡെപ്പോസിറ്റ് ബാക്കി എത്രയുണ്ട് അത് വെച്ചിട്ട് അടുത്ത് ജനിക്കും. അതുകൊണ്ട് കൈയിനെ ശുദ്ധി വരുത്തുക, ആ ഇന്ദ്രനെ ശുദ്ധി വരുത്തണം. അപ്പോൾ ഇന്ദ്രനെയാണ് പ്രധാനമായിട്ട് ശുദ്ധി വരുത്തുന്നത്. അതുകൊണ്ടാണ് കരന്യാസത്തിന് പ്രാധാന്യം. അങ്ങനെ രൂപത്തിനെ, എന്നിട്ട് അതിനുശേഷം കൈകളെ ശുദ്ധി വരുത്തിയതിന് ശേഷം രൂപത്തെ തന്നെ ഭഗവന്മയമാക്കാൻ അംഗന്യാസം നടത്തും. ഭഗവാനെ നമ്മുടെ ഓരോ അണുവിലും നിർത്തുക. എന്തിന്? അങ്ങനെ വിശ്വഭാവന ചെയ്യാൻ നമ്മൾ തയ്യാറെടുക്കുകയാണ്. അടുക്കള പണി കഴിഞ്ഞ് ഓടി വന്നിരുന്നിട്ട് ഞാൻ നാരായണനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവില്ല. ആവണം. അതിന് ഇരിക്കണം, ശ്വാസമൊക്കെ അടക്കി കുറച്ച് നേരം മിണ്ടാണ്ടിരിക്കുക, ശാന്തമായിട്ടിരിക്കുക. ജലം കൊണ്ടൊക്കെ, ജലം എപ്പോഴും ദുഷിപ്പിനെ എടുത്ത് കളയും ശരീരത്തിൽ നിന്ന്. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ഭഗവന്മയമാവുമ്പോൾ ഈ അനാത്മാവാണ് ഞാൻ ശരീരമാണെന്നുള്ള ആ ഭാവം പോയിട്ട് അഖില വിശ്വവും തൻ്റെ രൂപമായിട്ട് തോന്നാനുള്ള പ്രിപ്പറേഷനാണ് വാസ്തവം. ആ പ്രിപ്പറേഷൻ നടത്തിക്കഴിഞ്ഞാൽ നാരായണനെ വിഷ്ണുവായിട്ട് ധ്യാനിക്കണം. എങ്ങനെ ധ്യാനിക്കണം? വിഷ്ണുവായിട്ട്. നാരായണന് രൂപമില്ല. നമ്മളൊക്കെ വിചാരം നാരായണന് രൂപം ഉണ്ടാകുന്ന. നാരായണന് രൂപമില്ല. അദ്ദേഹത്തിന് ഏതെങ്കിലും എവിടെ ഒഴിച്ചു വയ്ക്കണോ ആ പാത്രത്തിൻ്റെ രൂപമായിരിക്കും അദ്ദേഹത്തിന്. അദ്ദേഹത്തിന് ഒഴിച്ചു വയ്ക്കുന്ന പാത്രത്തിനെ പറഞ്ഞ പേരാണ് നരൻ. നാരായണൻ പ്രവർത്തിക്കുന്നത് നരാകാരത്തിൽ കൂടെയാണ്. ഏത് രൂപമെടുത്താലും അത് നരനാണ്. അതുകൊണ്ട് അർജുനനും നാരായണനാണ്. അർജുനനിൽ പ്രവർത്തിക്കുന്നത് നാരായണനാണ്. അതുകൊണ്ട് നരനാരായണന്മാർ എണപിരിയാത്തവരായിട്ടിരിക്കുന്നു. ഈ സഹസ്രകവചനെ കൊല്ലണ കഥയിലൊക്കെ, കർണൻ്റെ പൂർവ്വവൃത്താന്തത്തിലൊക്കെ ശരിക്ക് ഇങ്ങനെ അനവധി തത്വങ്ങളെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. വേദാണ്, മുഴുവൻ വേദാണ്, ഒരു സംശയവും വേണ്ട. അപ്പോൾ വിഷ്ണുവിനെ ധ്യാനിക്കാനാണ് പറഞ്ഞത്. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതാണ് വിഷ്ണു. ഓം വിശ്വം വിഷ്ണു. മൂന്നാമത് ബ്രഹ്മനിഷ്ഠനായിട്ട് ഇരിക്കാനുള്ള ശ്രമം നടത്തണം, വിശ്വഭാവന ചെയ്യണം, വിഷ്ണുവിനെ ധ്യാനിക്കണം എന്നായി. ഇങ്ങനെ വിഷ്ണുവിനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ മത്സ്യം, വരാഹം, വാമനൻ, നരസിംഹം അങ്ങനെ തുടങ്ങിയിട്ട് ഏതേതൊക്കെ അവതാരങ്ങൾ ഭഗവാൻ എടുത്തോ അതിനെയൊക്കെ ഓർക്ക് സ്തുതിക്കുകയും ചെയ്യണം. കാരണം ഭഗവാന്റെ കർമ്മങ്ങളാണ് അതൊക്കെ. അത് പ്രപഞ്ചത്തിൽ കൃത്യമായിട്ടുള്ള റോൾസ്, ആ എന്താ പറയുക, കൃത്യമായിട്ടുള്ള റോള് ചെയ്യുന്നുണ്ട്. ഈ റോൾസിനെ നമുക്ക് പക്ഷെ അറിയില്ല. അറിഞ്ഞാലും നമ്മളിത് ചിന്തിക്കാറില്ല. അതിനെ കുറച്ച് നേരമെങ്കിലും ഉറപ്പിക്കാനാണ് പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള ന്യാസങ്ങൾ വരുന്നത്. അതിനെ ഓർക്കുകയോ സ്തുതിക്കുകയോ ചെയ്യണം. ജീവന് പലതരം കർമ്മങ്ങൾ സംസാരത്തിൽ ചെയ്യേണ്ടി വരുന്നുണ്ട് നമുക്ക്. അതിൽ തെറ്റുകൾ എന്തായാലും ഈവൻ പെറ്റമ്മ കുഞ്ഞിനെ നോക്കുന്നതിൽ പോലും ലോകം വരാം. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും നിസ്വാർത്ഥമായിട്ട് നടക്കണ ക്രിയ അതാണല്ലോ, അത് കർമ്മം.
അല്ലേ? പെറ്റമ്മ കുഞ്ഞിനെ നോക്കണതാണ് ഏറ്റവും നിസ്വാർത്ഥമായിട്ട് ചെയ്യണമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൽ പോലും ലോപങ്ങൾ വരാം. അതിൽ പോലും ലോപങ്ങൾ വരുന്ന സമയത്ത് ആ ലോപം വരാതിരിക്കുക എന്നുള്ളതാണ് ഈ നാരായണ കവചത്തിൻ്റെ പ്രധാന ഉദ്ദേശം. അല്ലാണ്ട് പുറത്തുനിന്ന് ഒരാൾ വന്ന് നമ്മളെ ആക്രമിക്കുക എന്നുള്ളതല്ല അവിടെ. അങ്ങനെ അതിലൊക്കെ ഭഗവാന്റെ രക്ഷ ആഗ്രഹിച്ചിട്ട് ജിജ്ഞാസുക്കളായിട്ടുള്ളവർ നാരായണ കവചത്തെ മനസ്സിലാക്കിക്കൊള്ളണമെന്ന്. അതിനെ അങ്ങനെ വേണം ധ്യാനിക്കാൻ. എന്നിട്ട് പറയാം, ഇപ്പോൾ ജലത്തിൽ മത്സ്യമൂർത്തി എന്നെ രക്ഷിക്കണം. മത്സ്യവും ജലവും തമ്മിൽ ബന്ധമുണ്ട്. അതിനെ ജ്യോതിഷമായിട്ടൊക്കെ ആ ഒരു വരി പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. വിടർത്തി വരുമ്പോൾ നല്ലൊരു ധ്യാനം കിട്ടും. ഇനി സ്ഥലത്ത് ഭൂമിയിൽ നമ്മൾ സഞ്ചരിക്കുക, കിടക്കുക, ഉറക്കമൊക്കെ ചെയ്യും. വാമനൻ രക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. വാമനന് ഭൂതത്വമായിട്ട് വളരെ പ്രാധാന്യമുണ്ട്. യുദ്ധത്തിൽ നരസിംഹം രക്ഷിക്കണം, വഴിയിൽ യാത്രയിൽ വരാഹം രക്ഷിക്കണം, അതേപോലെ പർവ്വതങ്ങളിൽ പരശുരാമൻ രക്ഷിക്കണം, അന്യദേശത്ത് പോയി ജീവിക്കുകയാണെങ്കിൽ ശ്രീരാമനെയാണ് അത്ര വിളിക്കേണ്ടത്, അദ്ദേഹം രക്ഷിക്കണം, ദത്താത്രേയൻ എന്നെ തെറ്റായിട്ടുള്ള മനുഷ്യർ ദുഷിച്ച സംഘങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കണം, കപില മഹർഷി കർമ്മബന്ധങ്ങളിൽ നിന്ന്, സ്വന്തം അമ്മയ്ക്ക് ധർമ്മം ഉപദേശിച്ച ആളാണ് ദേവഹൂതിക്ക്, ആ കപില മഹർഷി നമ്മളെ കർമ്മബന്ധങ്ങളിൽ നിന്ന് രക്ഷിക്കണം, സനൽകുമാരാദികൾ കാമദേവനിൽ നിന്ന് രക്ഷിക്കണം. അവർക്ക് എന്നും 5 വയസ്സാണ്, കുട്ടികളാണല്ലോ അവർ, നിഷ്കളങ്ക മനസ്സാണ്. സനൽകുമാരാദികൾ എന്നെ കാമദേവനിൽ നിന്ന് രക്ഷിക്കണം. നാരദ മഹർഷി ഭഗവാനെ നമ്മൾ പൂജിക്കുന്നതിൽ അപരാധങ്ങൾ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ, കുറവ് ലോപം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷിക്കണം. സഹസ്രകലശം നടത്തുന്നതിന് തുല്യമാണെന്ന് നാരദനെ സ്മരിക്കണത്. ഒരു ക്ഷേത്രത്തിൽ എന്തിനാ സഹസ്രകലശം നടത്തുന്നത്? പൂജയിൽ വന്ന ലോപം മാറ്റാനാണ്. ഒരു ശരാശരി വ്യക്തി നാരദനെ സ്മരിച്ചാൽ മതി. സകല കുശലപാത്രം ബ്രഹ്മപുത്രം നദോസ്മി എന്നാണ്. എല്ലാവരുടെയും കുശലത ആഗ്രഹിക്കുന്നവനാണ് ബ്രഹ്മാവിൻ്റെ പുത്രനായ നാരദൻ എന്നാണ് അദ്ദേഹത്തിനെ നമസ്കരിക്കുമ്പോൾ ചെല്ലണ മന്ത്രം. അദ്ദേഹത്തിന് ഒരിക്കലും ഏഷണിക്കാരെന്നൊന്നും പറയരുത്, മഹാപകടമാണ്. അപ്പം അതേപോലെ ധന്വന്തിരി മൂർത്തി ഞാൻ കഴിക്കണ ഭക്ഷണത്തിൻ്റെ ദോഷങ്ങൾ, ഇന്ന് ആഹാരദോഷം മാത്രമേ ഉള്ളൂ നമുക്ക്. ആ ആഹാരദോഷത്തിൽ നിന്ന് ധന്വന്തിരി രക്ഷിക്കണം. കൂർമ്മം എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കണം. അതേപോലെ ശേഷൻ ക്രോധങ്ങളായിട്ടുള്ള നമ്മുടെ ദുഷ്ടവികാരങ്ങൾ, കാമക്രോധ ലോപമോഹങ്ങൾ, അതിൽ നിന്ന് ഷഡ്വൈരികൾ 6 ശത്രുക്കൾ, അതിൽ നിന്ന് രക്ഷിക്കണം. വ്യാസൻ അജ്ഞാനത്തിൽ നിന്ന് രക്ഷിക്കണം. കാരണം വ്യാസൻ വേദത്തിൻ്റെ ആളാണ്, ജ്ഞാനമാണ് വേദം, അതുകൊണ്ടാണ് വ്യാസനെ വിളിക്കണം. ബുദ്ധനെ പറയുന്നുണ്ട് ഭാഗവതത്തിൽ, പ്രമാദത്തിൽ നിന്ന് രക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. ബുദ്ധൻ എളിമയുടെ ആൾരൂപമായിരുന്നു. അതിനെ ബുദ്ധ ശബ്ദമായിട്ട് എടുത്താൽ മതി, ബുദ്ധാവതാരം എന്ന് പോലും എടുക്കണ്ട. ബുദ്ധൻ എന്ന് പറഞ്ഞാൽ ബുദ്ധി ശുദ്ധബുദ്ധിയായിട്ട് ഉറച്ചവൻ. സാങ്കേയോഗത്തിൽ ഭഗവാൻ പറയണ്ടല്ലോ, ശുദ്ധബുദ്ധിയെ മുന്നിൽ നടത്തുന്നു. ഞാനീ പറയാൻ ഇനി പോണ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ വികാരങ്ങളൊക്കെ മാറ്റിവെച്ച് ശുദ്ധബുദ്ധിയെ മുന്നിൽ നടത്തുക. നമ്മൾ സ്ഥിരം ഉപാസിക്കേണ്ട ഒരാളെ ശുദ്ധബുദ്ധിയെ. പലർക്കും അറിയില്ല ആ ശുദ്ധബുദ്ധിയാണ് ഗണപതി ആ ശുദ്ധബുദ്ധി. ശുദ്ധബുദ്ധിക്ക് എന്തും മനസ്സിലാവും, എന്തും ദഹിപ്പിക്കാൻ പറ്റും. ദഹിക്കാത്ത ചിന്ത ദഹിപ്പിക്കാൻ പറ്റണതാണ് ഗണപതി. ശുദ്ധബുദ്ധിക്ക് വേറൊരു സ്വഭാവമുണ്ട്, അത് സൈഡ് പിടിക്കില്ല, അതിന് വികാരങ്ങളില്ല. ഗണപതിയുടെ മുഖത്ത് നോക്കിയാൽ ഇങ്ങനെ എന്താ ആലോചിക്കണമെന്ന് ജന്മം പോയാൽ മനസ്സിലാവില്ല, നമുക്ക് മനസ്സിലാവില്ല. ഭഗവാൻ എന്താണ് ചിന്തിക്കുന്നത് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ശുദ്ധബുദ്ധിയാണ്, എന്തും ദഹിപ്പിക്കാനുള്ള കഴിവ്, വികാരരഹിത. അങ്ങനെ ശുദ്ധബുദ്ധിക്കാണ് സകല തടസ്സങ്ങളെയും തകർക്കാൻ പറ്റുള്ളൂ. വികാരത്തോട് കൂടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഇമോഷനോട് കൂടിയിട്ടൊരു കാര്യം ചെയ്ത് നോക്കൂ, നമുക്ക് ആ പ്രക്രിയയിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. ശരിയാവുമോ തെറ്റുമോ, വല്ലവരും പറയുമോ? നേരെ മറിച്ച് ആ ചെയ്യണ കാര്യത്തിൽ, അതാണ് ഭഗവാൻ കർമ്മണ്യവാധികാരസ്ഥ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥവും. പ്രോസസ്സിൽ ശ്രദ്ധിക്കുക, പ്രോസസ്സ് ചെയ്യണ പ്രവൃത്തിയിൽ 1, 2, 3 സ്റ്റെപ്പിൽ മാത്രം ഓട്ടോമാറ്റിക്കലി നല്ല റിസൾട്ട് അവിടെ വന്നോളും. നിങ്ങൾ ഫലത്തിനെക്കുറിച്ച് ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രകൃതിയുടെ ബേസിക് നിയമമാണ്. ഉപാസകന്മാർ മന്ത്രവാദമൊക്കെ പഠിക്കും. ഞാൻ നേരത്തെ മന്ത്രവാദത്തിലൊക്കെ നടക്കണം. നമ്മൾ പറയും അവനൊന്നും ഭക്തനേ അല്ല, പക്ഷെ അവൻ ചെയ്താൽ ഭരിക്കേണ്ടത് പറയും. കാരണം അവർ കൃത്യമായിട്ട് ആ പ്രോസസ്സ് അവിടെ അനുസരിക്കുകയാണ്. ഒരു കാര്യം കൃത്യമായിട്ട് 1, 2, 3 to 10 അവിടെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ റിസൾട്ട് പ്രകൃതിയിലുണ്ട്, അത് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ബുദ്ധൻ പ്രമാദത്തിൽ നിന്ന് രക്ഷിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞാൽ കലിയുഗത്തിൻ്റെ ദോഷങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ. പ്രാതകാലത്ത് അതിരാവിലെ കേശവൻ രക്ഷിക്കട്ടെ. എന്തുകൊണ്ടാണ് കേശവൻ? ദീർഘമായ മനോഹരമായിട്ടുള്ള മുടിയുള്ളവൻ, സൂര്യൻ. അവിടെ കേശവൻ എന്നുള്ള ശബ്ദത്തിന് സൂര്യാർത്ഥം. ഏതൊരു മന്ത്രം കൊണ്ടാണോ ഗായത്രി തത് സവിതുർവരണ്യം അകത്തുള്ള സവിത, ആ സവിതാവാണ് കേശവൻ. അവിടെ അങ്ങനെ. സന്ധ്യയ്ക്ക് മാധവൻ,
സന്ധ്യാനേരമാണ് ഏറ്റവും അപകടം പിടിച്ച സമയം. മനസ്സ് വീട്ടിൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു ചഞ്ചലത ഉണ്ടാവും. അതുകൊണ്ടാണ് ആ നേരത്തെ നമ്മൾ വിളക്ക് കൊളുത്തി നാമം ജപിച്ച് മനസ്സടക്കം വരുത്തണം എന്ന് പറയുന്നത്. പ്രദോഷം എന്നല്ലേ ആ വാക്കിന്? ദോഷം ഏറ്റവും അധികരിച്ചിരിക്കുന്ന സമയം എന്നാണ് സന്ധ്യ ശരിക്കും പറയുക, അല്ലേ? അതുതന്നെ നമ്മൾ 15 ദിവസം കൂടെ വരണ പ്രദോഷ ദിവസം ആ സമയം ഏറ്റവും വൃത്തികെട്ട സമയമാണ്. അതുകൊണ്ടാണ് ആ നേരത്ത് മഹാദേവനെ മസ്റ്റായിട്ടും വിളിക്കണം എന്ന് പറഞ്ഞു. എന്താ മഹാദേവൻ? പൂർണ്ണ വൈരാഗ്യം വന്ന ജ്ഞാനമൂർത്തിയാണ്. മനസ്സിനെ അത്ര അടക്കിയ ആളാണ്. അതിൻ്റെ ബോളിൽ അദ്ദേഹത്തിന് മനസ്സേ ഇല്ല, അടക്കാനൊന്നുമില്ല. അതുകൊണ്ടാണ് മഹാദേവനുമായിട്ട് നമ്മൾ ആ സമയത്ത് ചേർന്നിരിക്കണം പറഞ്ഞു. പ്രദോഷ സമയം പ്രഭാതം പോലെ ശുദ്ധമല്ല, അശുദ്ധമാണ്. അപ്പോൾ അശുദ്ധത്തിൽ ശുദ്ധത്തിൽ ഒരേമാതിരി ഭഗവാനെ സ്മരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ അകത്ത് നമ്മൾ നാരായണ കവചത്തിൻ്റെ ഓരോ വരിയെടുത്ത് നമ്മൾ നോക്കി നോക്കി വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇത് കിട്ടും. അത് കഴിഞ്ഞ് പറയുന്നതാണ് ഏറ്റവും സന്തോഷം തരുന്നത്. അല്ലയോ ഭഗവാനെ സുദർശനമേ എന്നാണ് വിളിക്കുന്നത്. ഭഗവാൻ സുദർശനം ഭഗവാൻ തന്നെയാണ്. നിൻ്റെ ആകാരം ചക്രം പോലെയാണ്. ഈ ചക്രത്തിൻ്റെ ആകൃതിയിലായിരിക്കുന്നത്. ചക്രം എന്താ? ചക്രം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഇപ്പോൾ ഇവിടെ കിടന്ന ഒരു കുട്ടിയെ ഒരു ഓപ്പൺ സ്പേസ് വിട്ട് ആ കുട്ടിയുടെ മൂവ്മെൻറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വട്ടത്തിൽ കിടന്നോടും, ഇങ്ങനെ വട്ടത്തിലായിരിക്കും ഓടുക. നീളത്തിലോടുക എന്നുള്ളത് കുറവായിരിക്കും. 5 വയസ്സ് കഴിയും തോറുമാണ് നീളത്തിലുള്ള ഓട്ടം കൂടുക. വട്ടത്തിലോടും. കാരണം എന്താ വെച്ചാൽ ആ പ്രായത്തിൽ ഈശ്വരത്വത്തോട് ബ്രഹ്മത്തോട് അടുത്തിരിക്കുന്ന അവസ്ഥ ചക്രത്തിലാണ്, ചാക്രിയാണ്. സുദർശനത്തിനെ ചക്രമാക്കാൻ കാരണമാണ്. ശരിക്കും സുദർശനം എന്നുള്ള വാക്ക് ഒരു മാർഗത്തെ കുറിക്കണം, നല്ലത് കാണിച്ചു കൊടുക്കുന്നതെന്ന് അർത്ഥം. സുദർശനം വെച്ചാൽ സമ്യക് ദർശനം, എല്ലാറ്റിലും വിശ്വഭാവന ചെയ്യാനുള്ള കഴിവിനെയാണ് സുദർശനം എന്ന് പറയുന്നത്. എന്തിലും വിശ്വഭാവന ചെയ്യാനുള്ള നമ്മുടെ കഴിവിനാണ്. അങ്ങനെയുള്ളൊരു സുദർശനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സകല മാലിന്യങ്ങളും എരിഞ്ഞു പോകും. ബോറടിക്കുന്നുണ്ടോ? അല്ല ചോദിക്കുക, ഞാൻ വേണമെങ്കിൽ നിർത്താം, കുഴപ്പമില്ല. അപ്പം സമ്യക് ദർശനം എന്ന് പറയുമ്പോൾ എല്ലാറ്റിലും ബ്രഹ്മത്തെ കാണാനുള്ള ആ കഴിവിനെയാണ് സുദർശനം. അപ്പോൾ സുദർശനത്തിനോട് പറയണേ, നീ എൻ്റെ ശത്രുക്കളുടെ സേനയെ ഭസ്മമാക്കിയാലും. നമ്മളൊക്കെ സുദർശനവും നടത്തുന്നുണ്ട് വീട്ടിൽ. പ്രേതത്തിനെ ആവാഹിക്കാൻ ചെയ്യും, അല്ലേ? നമ്മൾ പ്രതിമയിൽ ചെയ്യും, അല്ലെങ്കിൽ ശത്രുബാധകൾ വൈഷ്ണവമായിട്ടുള്ള ഏറ്റവും വലിയ ആവിചാരാദികൾ മാറാനൊക്കെ വേണ്ടിയിട്ടും കാര്യവിജയത്തിനൊക്കെ സുദർശനം ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ സമ്യക് ദർശനം എന്ന അർത്ഥം എടുത്താൽ പിന്നെ സുദർശനത്തിനെ നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പിന്നെ ശത്രുക്കളില്ല. കാരണം അതും ഞാനാണ്, ഇതും ഞാനാണ്, എല്ലാം ഞാനാണെന്നുള്ള ഭാവന ഉറച്ചൊരുത്തുന്നു. ആ ആൾക്ക് തിരിച്ച് ശത്രുഭാവം ഉണ്ടെങ്കിൽ പോലും, പക്ഷെ അതുപോലും സ്വാധീനിക്കപ്പെടും ആ ബ്രഹ്മചൈതന്യത്തിൻ്റെ ശക്തി കൊണ്ട്. ഒരു ബ്രഹ്മനിഷ്ഠനെ ആക്രമിക്കാൻ ആർക്കും തോന്നില്ല. അപ്പോൾ സുദർശനം നമ്മുടെ മനസ്സിൽ ഉറച്ചാൽ, സന്താനഗോപാലത്തിൽ ഇപ്പോൾ 2 ദിവസത്തിലുള്ളത് അപ്ലോഡാവും തോന്നുന്നു, ഞാൻ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ അർജുനെ കയറ്റി ആ തേരുമായിട്ട് പോകുമ്പോൾ ആദ്യം ഇരുട്ടാ കാണുന്നത്. നമ്മൾ ധ്യാനിക്കുമ്പോൾ ആദ്യം ഇരുട്ടാ വരിക. അവിടെ ഭഗവാൻ ചക്രത്തിനെ അങ്ങോട്ട് പ്രയോഗിക്കും. സമ്യക് ദർശനം, സമഭാവനയോടുകൂടി ലോകത്തിനെ നോക്കിക്കാണും അർജുന പറയുമ്പോഴാണ് പിന്നെ വൈകുണ്ഠത്തിലേക്കുള്ള റോഡ് അങ്ങോട്ട് കാണുന്നത്. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനമാണ്. വികുണ്ഠത, സംശയങ്ങളൊക്കെ അവസാനിക്കണ സ്ഥലം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അല്ലാണ്ട് അതൊരു മദ്രാസ് അല്ലെങ്കിൽ ബോംബെ എന്ന് പറഞ്ഞ മാതിരി ഒരു പട്ടണമല്ല, അതൊരു അവസ്ഥയാണ്. അത് നമ്മുടെ അകത്ത് തന്നെയാണ്. അവിടെയാണ് നാരായണനെ നമ്മൾ കാണുന്നത്, ബ്രഹ്മത്തെ. അവിടേക്കുള്ള യാത്രയെ സഹായിക്കുന്നതാണ് സമ്യക് ദർശനം, ഈ സുദർശനം. ശത്രുക്കളൊന്നും കാണും. ഇതേപോലെ ശംഖിനെ സ്തുതിക്കും, ഗതയെ സ്തുതിക്കും. ശംഖിനെ എടുത്താൽ ഓംകാരത്തിലേക്ക് പോകും. ബ്രഹ്മശബ്ദമാണ് ഓംകാരം, ഗത ധർമ്മമാണ്. അങ്ങനെ ഓരോന്നിടും. സൃഷ്ടിയുടെ ഏറ്റവും വലിയ ശക്തി താമര. ആദ്യത്തെ ഗർഭപാത്രം, ബ്രഹ്മാവ് പോലും ജനിച്ചില്ല. ആലോചിക്കണം. ബ്രഹ്മയോനി എന്ന് പറയുക ഭഗവാന്റെ നാഭി എന്ന് പറയുന്ന താമര. ആ താമര സ്ത്രീശക്തിയായിട്ട് ഭൂമിയിൽ പല പ്രാവശ്യം ജനിച്ചിട്ടുണ്ട്. പുരാണങ്ങൾ കാര്യമായിട്ട് അതിനെ പറയാതിരിക്കുന്നത് അതൊരു രഹസ്യശക്തി ആയതുകൊണ്ടാണ്. പക്ഷെ ഗുരുപരമ്പരകളിൽ അത് കൃത്യമായിട്ട് ഇന്നിന്ന ആൾക്കാരാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ ലോകത്തിൻ്റെ ചരിത്രഗതി മനുഷ്യൻ്റെ പ്രപഞ്ചത്തിൻ്റെ മാറ്റിവിട്ടിട്ടുള്ള സ്ത്രീകളുമാണ്. നാരായണ കവചത്തിൻ്റെ അവസാനത്തിൽ പറയുക. ഇത്രയൊക്കെ പറഞ്ഞു, വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വിസ്താരം അറിയാൻ ഞാൻ എന്തൊക്കെ പൊട്ടത്തരങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് പരിശോധിക്കാൻ മുമ്പ് ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, സൗകര്യമായിട്ട് കേട്ടാൽ. പക്ഷേ ഈ നാരായണ കവചത്തിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട് ഭഗവാൻ, കൃത്യമായിട്ട് പറഞ്ഞു തരുന്നു. ശ്രീഹരിയുടെ നാമം, രൂപം, ആയുധം, അദ്ദേഹത്തിൻ്റെ പാർശ്വതഗണങ്ങൾ, ഇതെല്ലാം ഭഗവാനും ഭഗവാന്റെ വിഭൂതികളും മുഴുവൻ എൻ്റെ ബുദ്ധിയെ രക്ഷിക്കട്ടെ,
എൻ്റെ ഇന്ദ്രിയങ്ങളെ രക്ഷിക്കട്ടെ, എൻ്റെ ഇന്ദ്രിയങ്ങളുടെ രാജാവായിട്ടുള്ള മനസ്സിനെ രക്ഷിക്കട്ടെ, സർവോപരി എൻ്റെ പ്രാണനെയും രക്ഷിക്കട്ടെ. ഈ രക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ പറയുമ്പോൾ രക്ഷ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ പറയുന്ന ഓരോന്നും ഭഗവാനായി മാറണം. ബുദ്ധി ഭഗവാനാവണം, ഇന്ദ്രിയം ഭഗവാനാവണം, മനസ്സ് ഭഗവാനാവണം, പ്രാണൻ ഭഗവാനാവണം. പ്രാണൻ ഭഗവാനായ അത് ഗുരുവായൂരപ്പനെ. ഗുരുവായ വായുവാണ്, പ്രധാന വായുവാണ് പ്രാണൻ എപ്പോഴും നമ്മൾ പറയാറുണ്ട്. ശരിക്കും ആ സാക്ഷാത്കാരത്തിൻ്റെ യാത്ര. എന്നിട്ട് പറയാം, ഇതൊക്കെ എന്നെ സകല ആപത്തുകളിൽ നിന്ന് രക്ഷിക്കട്ടെ. ഈ ആപത്തുകളുടെ ഒക്കെ മൂലം തുടങ്ങണ അകത്തുനിന്നാണ്. നമ്മൾ രാവിലെ തൊട്ട് എഴുന്നേരും, എൻ്റെ ജീവിതം നശിച്ചു, അബദ്ധമാവുമോ, കാര്യങ്ങൾ പ്രശ്നമാവുമോ, ഒരാൾ യാത്ര പുറപ്പെടുമ്പോൾ അപകടമൊന്നും ഇല്ലാണ്ട് അവിടെ എത്തിയാൽ മതിയായിരുന്നു, വഴിയിലൊന്നും വീഴാണ്ടിരുന്നാൽ മതിയായിരുന്നു, വല്ലതൊക്കെ കഴിക്കാൻ കിട്ടുമാവോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഈ ഉപബോധ മനസ്സ്, സൈക്കോളജിയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ ഉപബോധ മനസ്സിന് ചിത്രങ്ങളെ മനസ്സിലാവുള്ളൂ. ഈ ഇല്ല ഉണ്ട് തുടങ്ങിയ സാധനങ്ങളതിന് മനസ്സിലാവില്ല. അതുകൊണ്ട് ഉപയോഗിക്കുന്ന വാക്ക് വളരെ ശ്രദ്ധിക്കണം. അതൊരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മൾ മലയാളികൾക്ക് വളരെ കുഴപ്പം. നമ്മുടെ നാട്ടിൽ ഇത്രയും ആത്മഹത്യ വരാനും ഇത്ര ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാരായിട്ട് പോലും ഇത്രയും മഹത്തുക്കൾ ഈ ഭൂമിയിൽ നടന്നു പോയിട്ടും ഇത്രയധികം ശാസ്ത്രശാഖകളിലേക്ക് സംഭാവന ചെയ്ത അതിഗംഭീരന്മാരായിട്ട് മഹാരഥന്മാരുണ്ടായിട്ട് ഇത്രയും ആചാര്യന്മാരൊക്കെ ഇന്നും ഉണ്ടായിട്ടും നമുക്ക് മനസ്സിന് ബലമില്ലാണ്ട് വരുന്നതിൻ്റെ ഒരു കാരണം നമ്മുടെ ഭാഷയുടെ ഒരു പ്രശ്നമാണ്. ഭാഷ വികലമാണ്, പറയാതെ പറ്റില്ല. ഈ അല്ല ഇല്ല എന്നുള്ള വാക്കില്ലാണ്ട് മലയാളത്തിൽ ഒരു സെൻറ്റൻസ് മര്യാദയ്ക്ക് പറയാൻ പറ്റും. അല്ല പിന്നെ എന്ന് പറഞ്ഞാൽ തുടങ്ങുക. ഒരു നെഗറ്റീവ് വാക്ക് വെച്ചിട്ടാണ് നിഷേധം പറഞ്ഞിട്ടാണ് തുടങ്ങുക. അപ്പോൾ എത്ര ശാന്തനും നല്ലവനുമാണെങ്കിലും നിഷേധം പറഞ്ഞിട്ടുള്ള ശബ്ദത്തിന് ശക്തിയുണ്ട്. മന്ത്രമാണ് ശബ്ദം. ഇത് പറഞ്ഞ് 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 നെഗറ്റീവിലേക്ക് വരും. നമ്മൾ എവിടെയെങ്കിലും സമ്പത്ത് നിർമ്മാണം നടത്താൻ സർക്കാർ പദ്ധതി എന്ന് കേട്ടിട്ടുണ്ടോ? ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നേ പറയുള്ളൂ. തൊഴിൽ രഹിതർക്കുള്ള പദ്ധതി ഇതേ പറയുള്ളൂ. രോഗനിവാരണ പദ്ധതി, ആരോഗ്യ പരിപാലനം, ആരോഗ്യവർദ്ധന, ഒരു പോസിറ്റീവ് വാക്ക് നമുക്ക് കാണാൻ കിട്ടില്ല. പിന്നെ എങ്ങനെ നന്നാവും? കാരണം ഈ ഉപബോധ മനസ്സ്, നമ്മൾ ഓരോരുത്തരും ഉപബോധ മനസ്സ് തന്നെയാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഒരു ഭാര്യയും ഭർത്താവും കുറേ വർഷങ്ങൾ ഒന്നിച്ച് സമഞ്ജസമായിട്ട് ജീവിച്ചു കഴിയുമ്പോൾ ഒരാൾ മനസ്സ് വിചാരിക്കണം, മറ്റേ അപ്പം അറിയും. ഒരു ചായ വേണമെന്ന് മനസ്സിൽ ഭർത്താവ് വിചാരിക്കുമ്പോഴേക്കും ഭാര്യ ചായ ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടു കൊടുക്കും. പതിവ് പോലും ഉണ്ടാവില്ല. അല്ലെങ്കിൽ മക്കളുടെ കാര്യത്തിൽ ഈ അമ്മമാർക്ക് എങ്ങനെ പെട്ടെന്നുള്ളിലൊരു വേവലാതി അടിക്കുക, അല്ലെങ്കിൽ സന്തോഷം വരിക? അത് കുഞ്ഞെങ്ങനെയാണ് വാതിലിൻ്റെ മറവിൽ നിൽക്കണ അമ്മയെ മുട്ടുകുത്തി വരുമ്പോൾ അമ്മ അവിടെ ഉണ്ടെന്ന് അറിയണത്? ഇതൊക്കെ ഈ ഉപബോധ മനസ്സിൻ്റെ കണക്ഷനാണ്. ചൈതന്യത്തെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടില്ല. ചൈതന്യം എന്നതിൻ്റെ പേരനെ, ചിത്തിന് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ചൈതന്യം. ചിത്തിന് അന്യമായത്, അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കഴിവ്, ഈ തിരിച്ചറിയാനുള്ള, നമുക്ക് അപ്പുറത്തുള്ള ആ വസ്തുവിനെ തിരിച്ചറിയാനുള്ള കഴിവ്, അത് നമുക്ക് നൈസർഗികമായിട്ട് വരുന്ന ഈ ഉപബോധ മനസ്സുകളുടെ കണക്ഷൻ കൊണ്ടാണ്. അപ്പം നമ്മൾ യാത്ര പോകുമ്പോൾ ഭഗവാനെ യാത്ര സുഖാക്കി തരണേ, എനിക്ക് നല്ല ഭക്ഷണം തരണം, കൈകാൽ വേദന നന്നായി നടക്കാൻ പറ്റണം, കാല് നന്നായി ഉറച്ച് നടക്കാൻ പറ്റണം, എനിക്ക് അങ്ങേ കാണുമ്പോൾ നമസ്കരിക്കാൻ പറ്റണം. ഗുരുവായൂർ പോകുമ്പോൾ തന്നെ ഈശ്വരാ ആ ചുറ്റമ്പലം മുഴുവൻ നടക്കണ്ടേ, ക്യൂവിൽ നിൽക്കണ്ടേ, ഇങ്ങനെ ആലോചിക്കരുത്. ബലം ബലം ബലം. ഹനുമാൻ എന്ന് പറഞ്ഞാൽ ബലമാണ്. ഭക്തി കൊണ്ട് നേടേണ്ടത് ബലമാണ്. ഹനുമാൻ അതുകൊണ്ടുള്ള ഭക്തിയുടെ പ്രതീകം ഇത്. ബലം ദേശി ധനൂഷണോ ബലമിന്ദ്രാനുളുത്സര ബലം തോകായ തനയായ ജീവസേ തൊമിഹി ബലദാസി. ഭഗവാന്റെ ഉപചാരമന്ത്രം അത്. അപ്പം നേരത്തെ ഞാൻ നാരായണൻ്റെ പറഞ്ഞ പോലെയാണ്. ബലമാണ് ഹനുമാൻ. എന്തു ബലം? മനോബലം. അതുകൊണ്ടാണ് മനോജപം. മനസ്സിനെക്കാട്ടിലും വേഗത സഞ്ചരിക്കുക മാത്രമല്ല, അവിടെ ഒരു ജപശബ്ദത്തിന് അതിൽ നിന്ന് ജനിച്ചതെന്നും കൂടെ അർത്ഥമുണ്ട്. ശിവപുത്രനാണെന്ന് പറയാൻ കാരണം ആത്മാവിൽ നിന്ന് ഉണ്ടാവുന്നത് മനസ്സാണ്. അത് പ്രാണൻ ഓടുന്ന ശരീരത്തിൽ ആ ശരീരത്തോട് ചേർന്ന് പ്രകടമാവും. അപ്പം ശരീരം അഞ്ജനിയും വായു അതിലോടുന്ന പ്രാണനും അതിൽ നിന്നുണ്ടാവുന്ന മനസ്സ് എന്ന് ഹനുമാനെ പറയും. അപ്പം ഇവിടെ ആ ബലം നേടുന്നതാണ് നമുക്ക് ഈ ആപത്തുകൾ എന്നുള്ള രക്ഷ. കാരണം എന്താ? നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചില്ലെങ്കിൽ നെഗറ്റീവ് നമ്മളെ തേടി വരില്ല, ഒരിക്കലും തേടി വരില്ല. ഭഗവാനെ എൻ്റെ മക്കൾ വഴിതെറ്റിപ്പോവല്ലേ അങ്ങനെ പറയുന്നു. എൻ്റെ മക്കൾ സന്മാർഗത്തിൽ പോകണം, അങ്ങയുടെ തൃപ്പാദഭക്തി ഉള്ളവരായിരിക്കണം, ഇങ്ങനെ പറയുമ്പോൾ മനസ്സത് കറക്റ്റായി കേൾക്കും. മറ്റേ ഉപബോധ മനസ്സിൽ വഴിയിൽ അപകടമില്ലാണ്ട് പോണേ പറയുമ്പോൾ അപകടത്തിൻ്റെ രംഗമാണത് കാണുന്നത്. വഴിയിൽ നല്ല ഇനി ഹോട്ടലൊക്കെ ഉണ്ടാവുകയാവോ എന്ന് പറയും.
എന്നിട്ട് കാണുന്നത് ഇങ്ങനെ കാറ് പോകുമ്പോൾ നോക്കി ഡ്രൈവർ നോക്കി പോണു. നമ്മൾ അടുത്ത ഹോട്ടൽ, അപ്പോഴേക്കും ആ ഹോട്ടലിൽ കടന്നു. അപ്പം ഡ്രൈവറോട് ശരി പോട്ടെ, കടന്നില്ലേ, ഇനി അടുത്തവിടെ നിർത്താം. ഇങ്ങനെ ഈ അവസ്ഥയായിരിക്കും. തമാശയല്ല, നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോളൂ. എന്തുകൊണ്ടാണ് മറ്റു മതങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് ഇത്ര ശക്തി വന്നറിയോ? അവരിത് മനസ്സിലാക്കി ചെയ്തു, നമ്മളിത് മനസ്സിലാക്കുന്നില്ല. നിങ്ങളിത് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയിട്ട് മന്ത്രവും സ്തോത്രവും ഒക്കെ എടുത്ത് പ്രയോഗിച്ചാലുണ്ടല്ലോ, നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കുന്നത് മിസൈലുകളാണ്. അവിടെയൊക്കെ ചുള്ളിക്കമ്പ് വെച്ചിട്ടാണ് യുദ്ധം. ഞാൻ മോശം പറയല്ല, അതിനൊരു മോശാർത്ഥത്തിൽ പറയാം. ചുള്ളിക്കമ്പും ചിലപ്പോൾ ഒരാളെ കൊല്ലാൻ ഉപയോഗിക്കാം, സുഖമായിട്ട് ഉപയോഗിക്കാം. വല്ലവന് പുല്ലും ആയുധം. അവിടെ ഇപ്പോൾ അതാ നടന്നുകൊണ്ടിരിക്കണം. നമ്മളിവിടെ അസ്ത്രമൊക്കെ സ്റ്റോക്കിൽ വെച്ചിട്ട് എൻ്റെ മുത്തശ്ശൻ്റെ കലവറയിൽ അതൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ സുദർശനം കൊണ്ട് നേടേണ്ട ആ കഴിവ്, നാരായണ കവച ജപം കൊണ്ട് നേടേണ്ടത് ഈ ബലമാണ്. ബലം സംഭവിച്ചാൽ മറ്റൊരു ഗുണം കൂടിയുണ്ട്, നമുക്ക് മഹത്തായിട്ടുള്ള ത്യാഗങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോഴാണ് നമ്മൾ ബലിയാവുക. ഏറ്റവും വലിയ ത്യാഗം ചെയ്തവരാണ് മഹാബലി. നമ്മൾ നവവിധ ഭക്തിയിൽ പറയില്ലേ, ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, ലാസ്റ്റ് എന്താ, സഖ്യം, ഫ്രണ്ട്ഷിപ്പ് കഴിഞ്ഞാൽ ആത്മനിവേദനം. അവനവനെ തന്നെ ഭഗവാൻ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നമസ്കരിക്കുമ്പോൾ ചെയ്യുന്നത് ശരിക്കും ആത്മനിവേദനമാണ്. എന്നാ എന്നെ അങ്ങോട്ട് എടുത്തോ, അത് പറയാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? എന്നെ അങ്ങോട്ട് എടുത്തോ എന്ന് പറഞ്ഞിട്ട് നമസ്കരിക്കാൻ. ആ ധൈര്യം, ആ ബലം ഉണ്ടാവണം. ഭഗവാൻ നിശ്ചയിക്കും വെദർ യു ഷുഡ് കണ്ടിന്യൂ ഹിയർ ഓർ നോട്ട് എന്ന്. പക്ഷെ ആ ചോയ്സ് അദ്ദേഹത്തിന് കൊടുക്കണം. ആ ബലം, അതും ബലമാണ്. അത് ചെയ്താൽ അത് ബലി. അതാണ് ബലി എന്ന വാക്കിൻ്റെ അർത്ഥം. അല്ലാണ്ട് ചോറ് ഉരുട്ടിയിട്ട് നമ്മളിപ്പോൾ തൂവുന്നതോ അല്ലെങ്കിൽ ഒരു ആടിനോ മാടിനോ അറക്കണോ അതൊന്നുമല്ല ബലി. യഥാർത്ഥ ബലി എന്ന് പറഞ്ഞാൽ ത്യാഗമാണ്. ത്യാഗമാണ് ഗീത പഠിപ്പിച്ചത്. ഞാൻ പല സ്ഥലത്തും പറഞ്ഞു, ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് ഗീതയുടെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ഒരു വാക്കി പറയുക, തലതിരിച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞു. ത്യാഗി 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 താഗി 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 താ അത് തിരിച്ചിടാൻ പറഞ്ഞു. ഗീത എന്ന് പറഞ്ഞാൽ ത്യാഗമാണ്. എൻ്റെ അല്ല. വേദവും പറഞ്ഞാണ് ഇതം നമമ, എൻ്റെ അല്ല. അഗ്നയേ ഇതം നമ, ഇത് നിൻ്റെയാണ്. നാരായണ ഇതം നമമ, മഹാദേവ ഇതം നമ, ഇത് നിൻ്റെയാണ്. എൻ്റെ അല്ല, ഒന്നും എൻ്റെ അല്ല. ഇങ്ങനെ സ്മരിച്ച് രാവിലെ എണീച്ച് രാത്രി ഉറങ്ങി രാവിലെ എണീക്കണവരെ ഞാൻ എപ്പോഴും പറയും, ഭഗവാന് കൊടുത്തുകൊണ്ടേയിരിക്കുക. നല്ലതും ചീത്തയും ഗുണദോഷ വിചാരം ചെയ്യാണ്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ അത് നിരന്തര സ്മരണ, സമർപ്പണമായി. ഇതാണ് നാരായണ കവചം നമ്മളെ പഠിപ്പിക്കുന്നത്. മറ്റൊരു ശ്ലോകം പോലും നമുക്ക് ഓർക്കാൻ പറ്റിയില്ലെങ്കിലും നാരായണ കവചത്തിൽ ഒരു ശ്ലോകമുണ്ട്, അത് കാണാപ്പാടം പഠിക്കുക. സമയമില്ല, രാവിലെ പെട്ടെന്ന് പോകണം, കാറിലിരുന്നൊന്നും ജപിക്കരുത്. പലരും ഇപ്പോൾ വിദേശത്തൊക്കെ ഉള്ളവർ എന്തായാലും ഇപ്പോൾ റെക്കോർഡിംഗ് ഒക്കെ കേൾക്കും, ഇപ്പോൾ ലൈവ് കാണുന്നുണ്ടാവും. ഇപ്പോൾ യൂട്യൂബ് വന്നതിന് ശേഷം എല്ലാവരും യൂട്യൂബിൽ രാവിലെ കൃഷ്ണേട്ടൻ്റെ സഹസ്രനാമം വയ്ക്കും. ഞാൻ കൃഷ്ണേട്ടനോട് ഇപ്പോൾ ഇന്നലെ വിദ്യാസാഗർ ഗുരുമൂർത്തി അവിടെ മള്ളിയൂർ കണ്ടപ്പോൾ പറയും, ഇപ്പോൾ എല്ലാവരും പറഞ്ഞ് കൃഷ്ണേട്ടൻ്റെ സഹസ്രനാമം എന്നാണ്, വിഷ്ണു സഹസ്രനാമം എന്ന് ആരും പറയാറില്ല. വെൺമണി കൃഷ്ണേട്ടൻ്റെ അത്രയും പ്രസിദ്ധമായി അത് ഈ മനോരമ മ്യൂസിക്കിൽ വന്നതിന് ശേഷം. നാരായണ കവചം അദ്ദേഹത്തിൻ്റെ ഉണ്ട്. കേട്ട് പഠിക്കാൻ നമുക്ക് ഏത് ആചാര്യം ചെല്ലുന്നതും അതാത് സമ്പ്രദായത്തിൽ അതാത് രീതി. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലുള്ള ആൾ കേരളത്തിൻ്റെ രീതി ചെല്ലണമെന്ന് നമുക്ക് ചടിക്കാൻ പറ്റില്ല. തമിഴ് സമ്പ്രദായത്തിലോ അല്ലെങ്കിൽ ആന്ധ്ര സമ്പ്രദായത്തിലോ ചെല്ലാൻ പറയണം നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ വനമാലി, ഗതി, ശാർങ്കി എന്നുള്ളത് കേരള സമ്പ്രദായത്തിൽ ഒറിജിനലി ഇല്ല. ദീപാരാധന പോലും കേരള സമ്പ്രദായത്തിൽ ഇല്ലാണ്ടിരുന്നിട്ട് പരദേശത്ത് നിന്ന് വന്നാണെന്ന് പറയും. നമ്മുടെ വൈകുന്നേരത്തെ സന്ധ്യാദീപാരാധന അല്ലെങ്കിൽ പള്ളിവേട്ട കേരള സമ്പ്രദായത്തിൽ ഒറിജിനലി പഴയ ഗ്രന്ഥങ്ങൾ തന്ത്രസമുച്ചയത്തിന് മുന്നുള്ളൊരു കാലഘട്ടത്തിൽ പല ഗ്രന്ഥങ്ങളിലും കാണില്ല. അതുമായി അപ്പോൾ നമ്മൾ പലതും സ്വീകരിച്ചിട്ടുണ്ട്. അതേപോലെ സമ്പ്രദായങ്ങളെപ്പറ്റി തമ്മിൽ തല്ലിയിട്ട് കാര്യമില്ല. നമ്മളൊരു സിസ്റ്റം എടുക്കുക, ആ സിസ്റ്റം പഠിക്കുക, നമുക്ക് പറഞ്ഞു തരാൻ ഇപ്പം ആചാര്യന്മാരൊക്കെ ഉണ്ട്. ഇപ്പം മുതിർന്ന ആചാര്യന്മാരൊക്കെ ഉണ്ട്, അവരോട് ചോദിച്ചൊന്നുമില്ല മനസ്സിലാക്കി. ഇനി അതിനൊന്നും പറ്റില്ല, നമ്മൾ വിദേശത്തോ മറ്റ് ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് യൂട്യൂബൊക്കെ കേട്ട് ഒപ്പം ചെല്ലാൻ പഠിക്കണം. അതിന് രണ്ട് കാരണമുണ്ട്. ഇത് ചെല്ലുമ്പോൾ മന്ത്രാക്ഷരങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം കൊണ്ടേ അതിൻ്റെ ഫലമുള്ളൂ. നിങ്ങൾ ശ്രവിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു മന്ത്രമോ ഒരു സ്തോത്രമോ നിങ്ങളെ സഹായിക്കില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അത്രയും അതിനെ മനനം ചെയ്യണം. അത് കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥത്തെ, ആ സ്തോത്രത്തിൻ്റെ അർത്ഥത്തെ നിങ്ങൾ മനനം ചെയ്യണം. മനനം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കിട്ടും. അപ്പോൾ ഈ മന്ത്രങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതിൽ മാറി അതിൻ്റെ ഒപ്പം ചെല്ലാൻ പഠിക്കേണ്ടത് ഒരാവശ്യമാണ്. അത് നിശ്ചയമായിട്ടും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഒരു വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ശ്രദ്ധ ഉറയ്ക്കും, താല്പര്യമുണ്ടാവും. താല്പര്യമില്ലാത്ത കുറേ കഴിയുമ്പോൾ നമുക്ക് വോളണ്ടറി ആയി പോകും. കുറച്ച് നേരം വിഷ്ണു സഹസ്രനാമം ഇത്ര എത്തിയോ എന്ന് വിചാരിക്കും.
ഇതെപ്പോഴേക്കും കഴിഞ്ഞല്ലോ, സർവ്വപ്രഹരണം ആയതാന്ന് എത്തിയിട്ടുണ്ടാവും, ഇപ്പോഴല്ലേ വിശ്വം എന്ന് കേട്ടത്. അപ്പോൾ ആ ഇടയിൽ നമ്മുടെ മൈൻഡ് എവിടെ പോയി? ഒന്നും പിടിച്ചില്ല. നേരെ മറിച്ച് ചെല്ലുമ്പോഴും ആ പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇരുന്ന് ആദ്യകാലങ്ങളിൽ ഉറക്കെ തന്നെ ചെല്ലണം, സ്തോത്രം ഉറക്കെ ചെല്ലണം. ഉറക്കെ ചെല്ലി ആ ശബ്ദാക്ഷരങ്ങളെ ആ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ കമ്പനങ്ങളെ എത്തിക്കുക തന്നെ വേണം. രണ്ടാമത്തെ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഭഗവാന്റെ ഒരു ചൈതന്യം അവിടെ ഉണ്ടാകുന്നുണ്ട് ആ സമയത്ത്. അത് ടേപ്പിലാണെങ്കിൽ പോലും അതവിടെ വരും. അത് അനുഗ്രഹിക്കാൻ നോക്കുമ്പോൾ ഒരു ആത്മാവിനെ കാണില്ല, ഒരു ശരീരത്തിനെ അവിടെ കാണില്ല, അത് തിരിച്ചു പോകും. ഇതിൽ പലൊരു ദോഷം വേറില്ല. പ്രത്യേകിച്ച് രുദ്രം, ശ്രീരുദ്രം ഈ കാസറ്റ് വെച്ച് കേട്ടോണ്ടിരിക്കുക. അന്തരീക്ഷ ശുദ്ധിക്ക് നല്ലതാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ രുദ്രം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ജപം ഉണ്ടാവണം, ജലം വീണുകൊണ്ടും ഇരിക്കണം. ഭഗവാൻ കുറഞ്ഞത് ജപമാണ്. കാരണം അത് നമ്മുടെ ആത്മാവിനെ തന്നെയാണ് നമ്മൾ തണുപ്പിക്കുന്നത്. നമ്മുടെ അകത്തുള്ള ഏറ്റവും വലിയ ദുർഗുണം കോപമാണ്. ആ കോപത്തിനെയാണ് സ്തുതിക്കുന്നത് ശരിക്കും രുദ്രം, അല്ലേ? നമസ്തേ രുദ്രം അന്യവേ എന്ന് പറഞ്ഞിട്ടല്ലേ തുടങ്ങണം. അപ്പോൾ എന്തിനും ഒരു എസെൻസ് ഉണ്ട്. ആ എസെൻസ് മനസ്സിലാക്കും. അപ്പോൾ നാരായണ കവചത്തിൻ്റെ അപ്രോച്ച് ചെയ്യേണ്ടത് നമ്മൾ നോക്കി. പക്ഷെ അതിൽ ഒരു ശ്ലോകം നമുക്ക് ഏറ്റവും നന്നായിട്ട് എങ്ങനെ പഠിക്കാം, എങ്ങനെ പറയാം എന്നുള്ളത് നമ്മൾ നോക്കും. ആ ഒരു ശ്ലോകം കറക്റ്റ് പഠിക്കാം. ഏതാ വെച്ചാൽ അത് യഥാഹി ഭഗവാനേവ വസ്തുതഃ സദസച്ചയത് സത്യേനാനേന സർവേ യാന്തു നാശമുപദ്രവാ. ഈ ഒറ്റ ശ്ലോകം. ഏതൊരു സ്ഥൂല വസ്തു, കാണാവുന്ന വസ്തു അത് സത്ത്, കാണാത്ത സൂക്ഷ്മമായിട്ടുള്ള വസ്തു അസത്ത്. പ്രപഞ്ചം ഇത് രണ്ടും കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. ഇത് രണ്ടാണെങ്കിലും സത്താവട്ടെ അസത്താവട്ടെ, നമ്മൾ മലയാളത്തിൽ പറഞ്ഞ അസത്തല്ല കേട്ടോ, സത്താവട്ടെ അസത്താവട്ടെ, അത് ഭഗവാനാണെന്ന് ഉറപ്പിക്കുക മനസ്സിൽ. ഈ ഒരൊറ്റ സത്യം മനസ്സിലായാൽ അതിൻ്റെ പ്രഭാവം കൊണ്ട് എൻ്റെ സകല വിഘ്നങ്ങളും നീങ്ങുമാറാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഭാഗവത് എന്ത് പറയാൻ തുടങ്ങിയത്? സത്യം പരം ധീമഹി. ഈ ഒരൊറ്റ ശ്ലോകത്തിൽ ഇതിൻ്റെ പ്രാക്ടിക്കൽ മാനുവൽ വന്നു. എങ്ങനെ ഭാഗവതത്തിനെ ജീവിതത്തിൽ കൊണ്ടുവരണം എന്നുള്ളതിൻ്റെ പ്രാക്ടിക്കൽ മാനുവൽ കൃത്യമായിട്ട് വന്നു. വായന തുടങ്ങാറിയോ തിരുമേനി? വായന അപ്പം പ്രാക്ടിക്കൽ മാനുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരൊറ്റ ശ്ലോകമാണ്. അപ്പോൾ മറ്റ് ശ്ലോകങ്ങളൊന്നും ഓർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ ഒരു അവസാന ഭാഗം നമ്മൾ ഈ സ്തുതിയിൽ ഏറ്റവും പഠിച്ചിരിക്കേണ്ടതാണ്. ഇങ്ങനെ വിഗ്രഹങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ലക്ഷണം. ഞാൻ പറയാമെന്ന വാക്ക് ഇതാണ് യഥാർത്ഥ സത്യഗ്രഹം എന്നാണ്. സത്യത്തെ ഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ സത്യാഗ്രഹമല്ല. ആ സത്യാഗ്രഹം പട്ടിണി കിടന്നിട്ട് ഇതിൻ്റെയും മുന്നിൽ പോയിട്ട് കുത്തിയിരിക്കൽ സമരങ്ങളാണ്. പക്ഷെ ഇതല്ല. യഥാർത്ഥ സത്യാഗ്രഹം പറയുമ്പോഴാണ് ആചാര്യൻ വരുന്നത്. ഇതാണ് സത്യാഗ്രഹം. അത് സത്യമാണ്, അത് ഭഗവാന്റെ വാക്കാണ്. ഈ സത്യഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർവത്ര എല്ലായിടത്തും ഏകാത്മഭാവനയോട് കൂടിയിട്ട് എല്ലായിടത്തും ഭഗവാനെ കാണുക. എല്ലായിടത്തും ഏകാത്മഭാവനയോട് കൂടിയിട്ട് ഭഗവാനെ കാണുക എന്ന് പറയുന്ന ആ ഒരു ഭാവം ഉണ്ടല്ലോ, ആ ഒരു ഭാവമാണ് സത്യഗ്രഹം. അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നിർത്തണമെങ്കിൽ ഞാൻ നിർത്താം, അതാണ് നല്ലത്. ആയല്ലോ സമയം തീർച്ചയായും. അപ്പോൾ നാരായണ കവചത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം, അതിൻ്റെ പ്രയോഗം എന്ന് പറയുന്നത് ഈ സത്യത്തെ മനസ്സിലാക്കലാണ് എന്ന് നമുക്കതിൻ്റെ വേദാർത്ഥം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതിൻ്റെ പ്രയോഗാദികളൊക്കെ നമുക്ക് അപ്പുറത്ത് വേറെയുണ്ട്, അത് താല്പര്യമുള്ളവർക്ക് പഠിക്കാം. പക്ഷേ ഭാഗവതത്തിൻ്റെ മൊത്തം ഒരു സത്ത നമുക്ക് ശരിക്കും നാരായണ കവചത്തിൻ്റെ അകത്ത് അതിൻ്റെ ഒരു പ്രയോഗ സത്ത നമുക്ക് കാണാൻ സാധിക്കുന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണത്തെ മുടക്കുഴ ശ്രീകൃഷ്ണസ്വാമിയുടെ തൃക്കരത്തിൽ സമർപ്പിക്കുന്നു. എല്ലാവരെയും ഗുരുവായൂരപ്പൻ്റെ രൂപത്തിൽ കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ ക്ഷമിക്കണേ.